വിമലിന്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് മലയാളത്തിന്റെ അഭിമാനങ്ങളായ 3 പേരാണ് നമുക്ക് മുമ്പിലിരിക്കുന്നത്. സ്വാഭാവികമായി ഒരു പുസ്തക പ്രകാശനം നടക്കുമ്പോൾ ഇതിനെല്ലാം ക്ഷണിച്ചാൽ അവര് വിമലിന്റെ നല്ല കാര്യവും വിമലിന്റെ പുസ്തകത്തിന്റെ കാര്യവും ഒക്കെ പറയുകയും അതിനുശേഷം പുസ്തക പ്രകാശനം നടത്തി പിരിയുകയും ചെയ്യും. ഇവർ കരുനാഗപ്പള്ളി മണ്ണിൽ എത്തുമ്പോൾ അവരെ വഴി നടത്തിയ എഴുത്തിനെ കുറിച്ചും അവരെ വഴി നടത്തിയ സഞ്ചാരപഥങ്ങളെ കുറിച്ചും അവരാക്കിയ നമ്മുടെ നാടിനെ കുറിച്ചുമൊക്കെ അവർക്ക് ചിലത് പറയാനുണ്ടാകും എന്ന ലൈബ്രറി കൗൺസിലിന്റെ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഒരു അന്യോന്യം സംവാദം സംഘടിപ്പിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ആ സംവാദത്തിനെത്തിയ കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ക്ഷണമനുസരിച്ചെത്തിയ 3 താലൂക്ക് ലൈബ്രറി കൗൺസിലിന് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. ഒരുപക്ഷെ എന്റെ പരിചയപ്പെടുത്തലിനപ്പുറം ഇത് നന്നായി അറിയാവുന്നവരാണ് എനിക്ക് താഴെ ഇരിക്കുന്നത് എന്ന ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് ഒരു വലിയ ആമുഖമില്ലാതെ നമുക്ക് ഇവരിലേക്ക് കടക്കാം. 2 തരത്തിലാണ് നമ്മൾ ഈ വർത്തമാനം ആലോചിച്ചത്. ഒന്ന്, അവർ അവരെക്കുറിച്ച് സംസാരിക്കും. അതിന്റെ 2ാം ഘട്ടം എന്ന നിലയിൽ ഇവർ 3 പേരും വിമലിന്റെ പുസ്തകം വായിച്ചവരാണ്. ആ പുസ്തകത്തെക്കുറിച്ചും അവർ സംസാരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ദുഗോപനിലേക്ക്. തിരുവനന്തപുരത്താണ് താമസം, പക്ഷെ ദേശീയനാടിന്റെ എഴുത്തുകാരനാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് ആത്മകഥ എഴുതുന്ന ആളാണ്. ഈ അടുത്ത സമയത്ത് ലൈബ്രറി കൗൺസിൽ ജെൻസി കിഡ്സ് പുതിയ തലമുറ എങ്ങനെ വായിക്കുന്നു എന്ന ഒരു സംവാദം നടത്തുമ്പോൾ, പുതിയ കുട്ടികളാണ്, 17-18 വയസ്സേ ഉള്ളൂ. അവരുടെ എഴുത്തുകാരോട് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പറത്ത് വരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ സൂര്യൻ ഉദിക്കുന്നതിനെ കുറിച്ച് ഒരു പേജൊന്നും എഴുതണ്ട. സൂര്യൻ കിഴക്കുദിക്കും. അത് കൃത്യമായി ഉചിതമായ ഭാഷ ഉപയോഗിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അത് പറഞ്ഞ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ എഡിറ്റർ ഫാറ്റിമ അവളോടുണ്ടോ തോന്നുന്നു. ഞാൻ ചോദിച്ചു അങ്ങനെ എഴുതുന്ന ആരാ? അവൾ പറഞ്ഞു അങ്ങനെ എഴുതുന്ന ഇന്ദുഗോപൻ. അതൊരു വലിയ അംഗീകാരമായിട്ട് ജൻസിയെ ആകർഷിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. എനിക്ക് ഒരു വലിയ തിരിച്ചറിവാണ്. ഗന്ധങ്ങളെ ചേർത്ത് നിർത്തി അതിസുന്ദരമായ ആത്മകഥയിലെ 2ാം ഭാഗം എഴുതിയ ആളാണ്. ദേശിങ്ങനാടിന്റെ എഴുത്തുകാരനാണ്. കൊല്ലം മണക്ക്. അപ്പോ ദേശിങ്ങനാടിന്റെ എഴുത്തുകാരനാണ്. ഇന്ദുഗോപന്റെ എഴുത്തുവഴികളെ കുറിച്ച്, അദ്ദേഹം കൊല്ലത്തോട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു ഇതിനെക്കുറിച്ച് പലപ്പോഴും മലയാളത്തിലെ പ്രമുഖരായ പ്രസാധകരൊക്കെ കാത്തിരിക്കുമ്പോഴും ദേശിങ്ങനാടിന്റെ എഴുത്തുകാരനും ഞങ്ങളുടെയൊക്കെ ദേശിങ്ങനാടിന്റെ എഴുത്തുകാരനായ ഇന്ദുഗോപൻ ഞങ്ങളുടെയൊക്കെ ആസ്ഥാന പ്രസാധകനായ സൈന്ധവ അജിത്തേട്ടനോട് സ്നേഹത്തോടെ ഇടപെടുകയും 2 പുസ്തകം കൊടുക്കുകയും ആത്മകഥയിലെ 2ാമത്തെ പുസ്തകം സൈന്ധവ ഉപേക്ഷിക്കുകയും ചെയ്തൊരു അനുഭവമുണ്ട്. എങ്ങനെയാണ് ഈ ആത്മകഥയിൽ പഞ്ചഭൂതങ്ങളെ സന്നിവേശിപ്പിക്കാൻ തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് ശ്രീ ഇന്ദുഗോപനെ വഴി നടത്തിയ എഴുത്തിന്റെ ശൈലി എന്നത് കരുനാഗപ്പള്ളിക്ക് അറിയാൻ പറ്റും. 2-3 സമയങ്ങളിലായിട്ട് കരുനാഗപ്പള്ളി വന്നിട്ടുണ്ട്. എനിക്ക് അന്യമായ മണ്ണ് ഇല്ല എന്ന് മാത്രമല്ല, എൻ്റെ പല കാരണങ്ങളിലും ഞാൻ ഉപയോഗിച്ച അതിൻ്റെ ഒപ്പം നിന്ന ഒരു മണ്ണാണ് ഈ കരുനാഗപ്പള്ളി. ഇവിടെ കുറച്ചും കൂടെ അപ്പുറം തെക്ക് ഇരവിപുരം കടപ്പുറത്തിനോട് ചേർന്നുള്ള വാളത്തുങ്കൽ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ജനിച്ചതും പഠിച്ചതും. നമ്മളെല്ലാവരും കോമൺ നഗരം ദാനം ചെയ്യുന്നത്. പെട്ടെന്ന് ഞാൻ എഴുതിയ ഞാൻ ആദ്യമായി ഒരു സ്ഥലത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടൊരു നോവൽ എഴുതുന്നത് കരുനാഗപ്പള്ളിയിലെ ഈ കരിമണൽ ശേഖരങ്ങളെ സംബന്ധിച്ച് ഉള്ള മണൽ ജീവികൾ എന്ന് പറഞ്ഞൊരു നോവലാണ്. അന്നത് കലാകുമതിയിൽ സീരിയലൈസ് ചെയ്ത് വന്നതാണ്. നമ്മളിവിടെ തന്നെ തമ്പടിച്ച് താമസിച്ച് വിവരങ്ങൾ ശേഖരിച്ചൊക്കെയാണ് എഴുതിയത്. ഇത് ഓർമ്മ കൊണ്ട് 9 വർഷമായി. അതിനെ പ്രതി അതിൻ്റെ
അവതാരിക എഴുതിയത് എല്ലാവർക്കും അറിയാവുന്ന സായിക്കാട് ശ്രീകുമാറാണ്. സുനാമി അതിനുശേഷം വന്നു. ഈ പുസ്തകത്തിന്റെ എൻഡ് ഇതിന്റെ ഒരു സാധ്യത പറയുന്നതായിരുന്നു. എന്നാലും സുനാമി എന്ന് കേട്ടില്ല. അപ്പോൾ അതിന് പുറകെ ഒരു പത്രപ്രവർത്തകനായിട്ടും അതല്ലാതെ ഞാനുമായി ബന്ധപ്പെട്ട പല മനുഷ്യരെ അവിടെ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് വന്നു. ചിലർ ഇല്ലായിരുന്നു. പിന്നീട് അവിടുത്തെ സ്കൂളിൽ എന്നൊക്കെ പറഞ്ഞ വലിയ ഒരു ബന്ധത്തിന്റെ ഒരു തുടർച്ചയാണ് കരുനാഗപ്പള്ളിയായിട്ട്. കാലത്ത് ഞാൻ സ്വന്തമായിട്ടൊരു ചലച്ചിത്രം എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്തപ്പോഴും അത് ഷൂട്ട് ചെയ്തതെല്ലാം കരുനാഗപ്പള്ളിയിലായിരുന്നു. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ 2007. അപ്പൊ അങ്ങനത്തെയും കരുനാഗപ്പള്ളി എൻ്റെ കൂടി വളരെ ഞാൻ വളരെ ചേർന്ന് നിൽക്കുന്നുണ്ട്. വൈകാരികമായി ഉള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ആ നിലയ്ക്ക് ഇവിടെ വരിക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചുള്ള സന്തോഷകരമായ ഒരു കാര്യമാണ്. വ്യക്തി വഴികളെ സംബന്ധിച്ച് പിന്നീടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് പറഞ്ഞത് വൈകാരികമായതുകൊണ്ട് പിന്നീട് വൈകാരികമായ ചോദ്യമല്ല. ഇപ്പൊ ഈ ഗന്ധങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കൊല്ലത്തുകാർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഗന്ധമാണ് കശുവണ്ടിക്കറ. അത് എനിക്ക് സംസ്കരിച്ച് പറഞ്ഞ 4 വാക്ക് കൊല്ലത്തുകാർ ഉപയോഗിക്കാറില്ല. അതിന് മുമ്പിലത്തെ 2 വാക്ക് കളയും. അത് അതിഗംഭീരമായി ഒരു പുതിയ കാലത്തെ ഞങ്ങളുടെ ഓർമ്മയിലേക്ക് സന്നിവേശിച്ചു ശ്രീ ഇന്ദുഗോപൻ. ഈ ഗന്ധങ്ങൾ, കൊല്ലത്തിൻ്റെതായ ഗന്ധങ്ങൾ എങ്ങനെയാണ്? നമ്മളത് ഒരു വ്യാവസായികമായ നഗരമല്ല. നമ്മൾ അതിനാൽ തന്നെയും ഇങ്ങനെ എന്തെങ്കിലും ഒരു വ്യവസായത്തെ പ്രതിയല്ല. നമുക്കുള്ളൊരു വ്യവസായം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കശുവണ്ടി വ്യവസായമാണ്. അതൊരു പാർട്ട് ടൈം ബിസിനസ് പോലെയാണ്. ഒരു വർഷത്തെ എല്ലാ സമയങ്ങളിലും തൊഴിൽ ഉണ്ടാവണമെന്നില്ല. അത് ഗവൺമെന്റ് അത് നിയന്ത്രിച്ചു എത്ര ദിവസം ജോലി കൊടുക്കും. നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംഗതിയല്ല ഇത്. നമ്മൾ ഈ ക്രൂഡ് ഓയിൽ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാലും നമ്മളാണ് ഏറ്റവും വലിയ സംസ്കരണം ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ത്യക്കാർ. ഇന്ത്യ എന്ന് പറയുന്നത് പോലെ തന്നെ പുറത്ത് ആഫ്രിക്കയിൽ നിന്നെല്ലാം കൊണ്ടുവന്നിട്ട് അതിനെ ഏറ്റവും വ്യത്യസ്തമായ രീതിയിൽ അതിനെ സംസ്കരിച്ചെടുക്കുന്ന കരങ്ങളാണ് നമ്മുടെ. അതിൻ്റെ ഏത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്ത് കുറച്ചും കൂടെ നമ്മുടെ ഒരു വയസ്സിലേക്ക് എത്തിയ ഏത് മനുഷ്യനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എല്ലവും അതിൻ്റെ പ്രദേശങ്ങളിലും വയ്ക്കുന്നവരെല്ലാം ഈ ഒരു ഗന്ധമുണ്ടല്ലോ, നമ്മളീ പറഞ്ഞുള്ള അന്ത്യാത്യസിൽ നിന്ന് വരുന്ന ഒരു ഗന്ധം എന്ന് പറയുന്നത്. ഇത് ഒരു വലിയ മാറ്റം ആയിരുന്നു. ഒരു കാലത്ത് ഒരു സ്ഥിര ജോലി എന്ന് ഉണ്ടാവുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഒരു കാരണമായിരുന്നു. നമുക്കിവിടെ നമുക്കറിയാം ഈ കയർ വ്യവസായം, അതുപോലെ മത്സ്യബന്ധനം, ഇങ്ങനെയുള്ള തൊഴിൽ എല്ലാ കാലത്തേക്കുള്ള ഇതിൽ അനിശ്ചിതത്വമുള്ള ഒരു തൊഴിൽ ആയിരുന്നു എല്ലാ കാലത്തും ഉണ്ടായിരുന്നത്. ഒരു സ്ഥിരവും സ്ഥായിയുമായ ഭയങ്കരമായ ജോലികൾ കിട്ടുന്നവരെല്ലാം നേരെ സെക്രട്ടറിയേറ്റിൽ ജോലി കിട്ടുന്നു. ഉദ്യോഗസ്ഥരെല്ലാം നേരെ തിരുവനന്തപുരത്തേക്കും അല്ലെങ്കിൽ വലിയ നഗരങ്ങളിലേക്കും ഒക്കെ മാറി പാർക്കുകയും എല്ലാം അപ്പോഴും അതിൻ്റെ തനതായ സ്വഭാവം, തനതായ മനുഷ്യർ ഇവിടെ തന്നെ നിലനിന്ന് പോരുകയും ചെയ്തതിൻ്റെ ഒരു വലിയ ഒരു സ്വത്വം, ഒരു കൊല്ലത്തുകാർക്ക് മാത്രമായിട്ടുള്ള ജോലിയെടുത്ത് ജീവിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു തൻ്റെടവും, ആരുടെയും മുമ്പിൽ മറ്റുള്ള ആൾ വന്ന് നമ്മുടെ മുമ്പിൽ ഒരു ഊറ്റം കാണിച്ചാൽ അതിൽ ഒട്ടും തല താഴ്ത്തി കൊടുക്കാതെ നിൽക്കുന്ന ഒരു താൻപോരിമയുള്ള ഒരു സ്ഥലമാണ് കൊല്ലം. അതൊക്കെ കൊണ്ട് തന്നെയാണ് ആയിരിക്കാം പലപ്പോഴും മോശപ്പെട്ട വാർത്തകളിൽ പ്രിയങ്ക കയറി കൂടുന്നത്. താൻപോരിമയ്ക്ക് ഒരു കാരണം എപ്പോഴും ഉണ്ടാവും. ഒരു ആവശ്യമില്ലാത്ത ഉച്ചനീചത്വങ്ങളെ പഴയ കാലം മുതൽ തന്നെ കൊല്ലത്തുകാർ
സഹിക്കുന്ന ആൾക്കാരല്ലായിരുന്നു. അതല്ലെങ്കിൽ ഏറ്റവും സമാധാനപ്രിയരായ മനുഷ്യരുമാണ്. അപ്പൊ അതൊക്കെ എൻ്റെ ഒരു ജീവിതത്തിൽ റൈറ്റിങ്ങിൽ വല്ലതായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഗ്രന്ഥങ്ങളെ കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ അത്രയാണ്. ഞാൻ ആ തീരദേശത്തുള്ള മനുഷ്യരെയും അവരുടെ ജീവിതമൊക്കെ കണ്ടാണ് ഞാൻ വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു അന്തർധാര എന്ന് പറയുന്നത് പല ആളും തീരദേശമാണ്. കൊല്ലം, ചോരക്കാലം ഉള്ള കഥകൾക്കും മണിപ്പിള്ള വെട്ടുകേസ്, കാലത്ത് ഒരു സിനിമയായി തെക്കൻ തല്ലുകേസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്കത് ഒരു ലൈറ്റ് ഹൗസ് ഉള്ള ഒരു സ്ഥലം വേണമായിരുന്നു കഥ പറയാൻ. അപ്പോ എനിക്ക് കുറച്ചും കൂടെ തിട്ടമുള്ളൊരു സ്ഥലം തങ്കശ്ശേരി ആണ്. ഒരു പക്ഷെ അതിൽ നിന്ന് കഥ പറയാനായിട്ടുള്ളൊരു സ്പേസ് കുറവാണ്. മാത്രമല്ല തങ്കശ്ശേരി പലരും കഥയ്ക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പല പമ്മൻ കവിടുത്തുകാരനായിരുന്നു അറിയാം. പമ്മൻ തങ്കശ്ശേരി കാരി സിനിമയൊക്കെ. അപ്പോ അതിനുശേഷമാണ് രജനീഷ് പാട്ടിന്റെ പ്രധാന ആളായതുകൊണ്ട് ഒരു കാര്യം പറയാം. ഈ തങ്കശ്ശേരിക്കാരുടെ കഥയാണ്. അപ്പോ അതിൻ്റെ അകത്ത് വയലാർ എഴുതിയ ഒരു പാട്ട്, അതിൻ്റെ അകത്തുള്ള ആ മന്ദസമീരനിലുള്ള പാട്ടുള്ള ഇന്ദു ഗോപം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ വയലാർ എഴുതി. അത് കണ്ടിട്ടാണ് ചക്കക്കാരി. ഞങ്ങൾക്ക് ഈ ചക്കക്കാരി വളരെ അടുപ്പക്കാരായ ആൾക്കാരുടെ ഒരു കഥയും കൂടാണ്. അങ്ങനെയാണ് ഇന്ദു ഗോപൻ എന്ന് അതിന്റെ അപൂർവമായ ഒരു പേര് അതിൽ വരുന്നത്. അക്കാലത്ത് നമ്മുടെ കൊല്ലത്ത് ആലപ്പുഴക്കാരനായ കൊല്ലമായിട്ട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ ഉള്ള ഇവിടുന്ന് IAS കിട്ടി ഇപ്പം തമിഴ്നാട് കേഡറിലിരിക്കുന്ന GS സമീരൻ. അപ്പം ഇത് എനിക്ക് തോന്നുന്നു രവിമേനോൻ ആരോ എഴുതിയ സമയത്ത് സമീരൻ ഇങ്ങനെ പറഞ്ഞു. സമീരനും ഇതേ പേരിൽ നിന്നാണ് സമീരന്റെ അച്ഛന് പേരിട്ട്. അതാണ് ഒരു പ്രതിഭാശാലികളായ ആൾക്കാരെയൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളിലും വലിയ പരിണിത പ്രജ്ഞരല്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ പിന്നെ മുതിർന്ന തലമുറയും അതിൽ ഇത് ചെയ്തിട്ടുണ്ട്. വലിയ അതുപോലെ നാടക പാരമ്പര്യം തൊട്ടടുത്ത് കിടക്കും. KPSC മുതൽ നാടകത്തിന്റെ പാരമ്പര്യം. ഇവിടെ വന്ന് കളിക്കാത്ത പിള്ളയ്ക്കൊക്കെ ഏറ്റവും അധികം വേദികൾ കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറയുന്നത് കൊല്ലമായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വിപുലമായ എല്ലാ സ്ഥലങ്ങൾക്കും അതിൻ്റെതായ സാംസ്കാരിക പെരുമ പറയാനുണ്ടാകും. നമ്മളും നമ്മുടേതായ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അതൊക്കെയാണ് ഇതിന്റെ തുടർച്ച. ഇനി നമ്മളൊക്കെ ഒരുപാട് സംസാരിച്ച പാർട്ടികളാണ്. പുതിയ കാലത്തിന്റെ പ്രധാനപ്പെട്ട ആളൊക്കെ ജിൻഷേഖ് പഠിപ്പിക്കുന്നത് നമ്മുടെ അതിഥിയാണ്, കണ്ണൂരുകാരിയാണ്. ജിൻഷേഖ് നമ്മളെ അവതരിക്കുന്ന കൂടുതൽ ഇത് എന്തായാലും ഒരു ഇൻട്രൊഡക്ഷൻ ഇന്ദുഗോപൻ ജിൻഷയ്ക്ക് നൽകി കഴിഞ്ഞു. ഇതിനെ മലയാളത്തിൽ വിസ്ഫോടനം സൃഷ്ടിച്ച ഒരു ചെറുകഥ എഴുത്തുകാരി ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് രണ്ടാമതൊന്നും പറയാതെ തന്നെ പറയാൻ. ഞാൻ ആദ്യം ജിൻഷ വായിക്കുന്ന യുവധാരയിൽ ഒരു ചെറുകഥ വായിക്കുമ്പോഴാണ് ജിൻഷ ശ്രദ്ധയിൽപ്പെടുന്നത്. കൊട എന്ന പുസ്തകം ഒരൊറ്റ പുസ്തകം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ ജനിച്ചു വീണ നാടിന്റെ ഒരു സ്ഥൈര്യം, അയാൾ നല്ല വാക്കാനാണോ എന്ന് തോന്നുന്നു, സ്ഥൈര്യം വാക്കിലും ശൈലിയിലും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് ജിൻഷ കഥ എഴുതി അവസാനിപ്പിക്കും. നിങ്ങൾ കുറച്ചുപേരെങ്കിലും ഉപ്പ് എന്ന കഥ വായിച്ചിട്ടുണ്ടാകും ഞാൻ കരുതുകയാണ്. ഉപ്പിന്റെ ക്ലൈമാക്സ് ഒക്കെ കഥകൾ വായിക്കുന്നവരൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ അങ്ങനെ മനസ്സിലായി നടിക്കുമ്പോൾ വിചാരിക്കുന്ന നിമിഷത്തിൽ ആ ചിത്രം പുറത്തു വരികയും ഇതിനൊരു അവസാനത്തെ പാരഗ്രാഫാണ്. എനിക്ക് ഉപ്പ് വായിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല എന്ന് എന്റെ മാത്രമല്ല. ഉപ്പ് വായിച്ചു കഴിയുമ്പോൾ ഒരു കഥ വായിച്ചിട്ട് ആ കഥയുടെ അവസാനം നമ്മൾ ഇങ്ങേയറ്റം സൈലന്റ് പോയി തൊട്ടടുത്ത നിമിഷം ഭക്ഷണം നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ ആ കഥ നമ്മൾ ഹോൾഡ് ചെയ്യുകയും അതുപോലെ ഭക്ഷണം കഴിക്കാതിരിക്കാൻ ചെയ്യുക എന്നത് ഒരു അസാധ്യമായ ജീവിതാനുഭവമായി ഞാൻ കാണുന്നു. കൊട എന്ന ഇനി രണ്ടാമത്തെ പുസ്തകം വരാൻ പോകുന്നതേ ഉള്ളൂ. 8 കഥകളാണുള്ളത്. എങ്ങനെയാണ് ഈ ഇന്ദുഗോപൻ പറഞ്ഞതുപോലെ ഇങ്ങനെ എഴുത്തിലേക്ക് ഒരു കണ്ണൂർ പെരുമയോട് വന്നു കയറുകയും വളരെ കുറച്ചെഴുതി ഞങ്ങളെ എല്ലാവരെയും, ഈ വായിക്കുന്ന എല്ലാവരെയും വല്ലാതെ വിസ്മയിപ്പിച്ച് കളയും
ചെയ്തു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് കരുനാഗപ്പള്ളി വരുന്നത്. ഇന്ദുവേട്ടൻ പറഞ്ഞ പോലെ കണ്ണൂരാണ് സ്ഥലം. സ്വതവേ കണ്ണൂരും കൊല്ലവും തമ്മിലൊക്കെയുള്ള ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നുണ്ട്. രാജശ്രീ ടീച്ചറൊക്കെ അവരുടെ നോവലില് വളരെ കൃത്യമായിട്ട് അതിനെ പറ്റിയിട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് പ്രത്യേകിച്ച് ഈ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെയുള്ള കുറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോ എനിക്കിഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് കൊല്ലവും തിരുവനന്തപുരവും ഈ ഒരു ഭാഗങ്ങളും ഒക്കെ. അതും കൂടെ ഒന്നിവിടെ പറയണം തോന്നി. ഇവിടെ ചോദിച്ചതുപോലെ ഓട്ട എന്നുള്ള പേരില് DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരൊറ്റ കഥാസമാഹാരമേ എന്റേതായിട്ടുള്ളൂ. അതില് കഥകളൊക്കെയും തന്നെ ഈ പറഞ്ഞ മാതിരി കുറെയൊക്കെ കണ്ണൂര് നിന്നുള്ള കഥയുണ്ട്. ഒട എന്ന് പറയുന്ന വാക്കൊരു പക്ഷെ ഇങ്ങോട്ടേക്കൊന്നും അതിന്റെ അർത്ഥം അറിയണമെന്നില്ല. ഞങ്ങളുടെ തെയ്യത്തിന് ഉടുപ്പ് കെട്ടുന്ന കുരുത്തോല കൊണ്ടുള്ള ഒരു തരം വസ്ത്രമാണ് ഒട. ഒരു വാക്ക് പൊതുവെ ഞങ്ങള് തെയ്യപ്പറമ്പില് മാത്രം ഉപയോഗിക്കുന്നതാണ്. തെയ്യം കഴിഞ്ഞാല് അഴിച്ചു വെക്കുന്ന ഒരു വാക്കാണത്. വീടുകളിലൊന്നും അത് കോമൺ ആയിട്ട് ഉപയോഗിക്കാറില്ല, നാട്ടിൽ ഉപയോഗിക്കാറില്ല. കാവുകളിൽ മാത്രം തെയ്യത്തിന്റെ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അത്തരം കുറെ അധികം വാക്കുകൾ കണ്ണൂരില് പ്രത്യേകിച്ച് തെയ്യക്കാവുകളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. തെയ്യം തുടങ്ങി തീരുന്നത് വരെ മാത്രം നമ്മള് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ. ഇവിടെ ഇപ്പൊ ചോദിച്ചത് മാതിരി ഉപ്പ് എന്നുള്ള കഥനെ പറ്റിയിട്ടൊക്കെ പരാമർശം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് എഴുത്ത് വഴിയിലേക്ക് വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു വഴിയൊന്നും പറയാൻ പറ്റില്ല. ചെറുപ്പം തൊട്ടേ എഴുതാറുണ്ടായിരുന്നു. ഏതോ ഒരു സമയം വായനയൊക്കെ കുറച്ചുകൂടി ശക്തമാക്കി അല്ലെങ്കിൽ കുറച്ചുകൂടി സീരിയസ് ആക്കി ഇരിക്കുന്ന സമയത്ത് കഥകൾ എഴുതാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസത്തിന് പുറമെ എഴുതിയ കുറച്ച് കഥകളാണ്. എന്റെ നാട്ടിലധികം എഴുത്തുകാരൊന്നുമില്ല. കണ്ണൂരില് തളിപ്പറമ്പിലാണ് എന്റെ സ്ഥലം. എഴുത്തിന്റെ പാരമ്പര്യം പറയാനാണെങ്കിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ജന്മസ്ഥലം എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പിന്നെ പയ്യന്നൂരേക്ക് മാറി അവിടെ നിന്നാണ് ബാക്കി എഴുതിയതും, കോഴിക്കോടേക്ക് മാറിയിട്ടാണ് ബാക്കി എഴുതിയതും ഒക്കെ. അപ്പോ തളിപ്പറമ്പില് ഞാൻ വളരെ ചെറുപ്പം തൊട്ടിങ്ങനെ ഞങ്ങള് ലൈബ്രറിയിൽ നിന്നൊക്കെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര ആകാംക്ഷയിൽ നോക്കാറുണ്ടായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള എഴുത്തുകാർ ആരൊക്കെയാണ്, തളിപ്പറമ്പിൽ നിന്നുള്ള എഴുത്തുകാർ ആരൊക്കെയാണെന്നൊക്കെ. അപ്പോ കണ്ണൂരിൽ നിന്നാണെങ്കിലും വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ്. ടി പത്മനാഭൻ മാത്രമാണ് ഞങ്ങൾക്ക് അന്ന് കണ്ണൂരിൽ നിന്നുള്ള ഒരു എഴുത്തുകാരൻ എന്ന് പറയാനുള്ള ഒരാള്. അങ്ങനെ നാട്ടിലൊന്നും അധികം എഴുത്തുകാരില്ല എന്നുള്ളൊരു സത്യമൊക്കെ വളരെ ചെറുപ്പത്തിലേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സുവനീറിലൊക്കെ ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഴുത്തുകാരനുമായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ സ്കൂൾ അധ്യാപകർക്ക് നിർബന്ധമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങള് ONVനെ ഇന്റർവ്യൂ ചെയ്യാൻ തിരുവനന്തപുരം വരെയൊക്കെ പോയിട്ടുണ്ട് UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം ഉണ്ടാവുമായിരുന്നു, ഇതെന്തുകൊണ്ട് നാട്ടിൽ ഇവരൊന്നും ഇല്ല, ഇത്രയും ദൂരത്തേക്ക് പോകണം എന്നൊക്കെ. അങ്ങനെ ഇപ്പോഴും ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു എന്തെങ്കിലും എഴുതും, ഒരു പുസ്തകം ഇറക്കും എന്നൊക്കെ. പക്ഷെ അത് ഈ പറയുന്ന രീതിയിൽ വായിക്കപ്പെടും എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒട്ടും വിചാരിക്കാണ്ടാണ് എഴുതിയ കഥകൾ ശ്രദ്ധിക്കപ്പെട്ടതും അത് DC ബുക്സില് പുസ്തക രൂപത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നതും. എനിക്ക് തോന്നുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെയ്യം തന്നെയാണ് ഒടയിലെ ഒട എന്ന ടൈറ്റിലുള്ള കഥ. അതിന്റെ വിഷയം പൂർണ്ണമായിട്ടും തെയ്യം തന്നെയാണ്. പിന്നെ കണ്ണൂരില് പറയാൻ ഇനിയും ഒരുപാട് കഥകൾ ഉണ്ടെന്നിരിക്കെ, അല്ലെങ്കിൽ കണ്ണൂരിലെ തന്നെ പല നിർമ്മിതികളും പല സ്ഥലങ്ങളും അത്തരത്തില് ഓരോന്നിനും ഓരോ കഥകളുണ്ട് എന്നുള്ള കാര്യം വളരെ ചെറുപ്പം തൊട്ട് കണ്ണൂരിലെ കഥകളൊക്കെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത്തരത്തില് സെൻട്രൽ ജയിലിനെ കുറിച്ചൊരു കഥ എഴുതി. അങ്ങനെ എഴുതിയ സമയത്ത് അതൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ 1-2 വിമർശനങ്ങളൊക്കെ വന്നു. ഇത് കണ്ണൂരിൽ മാത്രം നിൽക്കുന്ന രീതിയിലുള്ള കഥകൾ എഴുതണമെന്നുള്ളത്.
ആ ഒരു സമയത്താണ് എനിക്ക് തോന്നുന്നു ഉപ്പിന്റെ ഒരു പ്ലോട്ട് എങ്ങനെയൊക്കെയോ മനസ്സിൽ വന്നത്. കൃത്യമായിട്ട് എങ്ങനെയാണ് വന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആരുടെയെങ്കിലും അനുഭവമാണോ എന്നൊക്കെ. പക്ഷേ പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത്തരത്തിലുള്ള 2-3 അനുഭവങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു എന്നല്ലാണ്ട് അതിനു മുൻപ് എനിക്കത് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയ ഒരു കുട്ടിയെയും പരിചയമില്ലായിരുന്നു. പക്ഷെ നമുക്ക് പരിചയമില്ലാണ്ട് ആരൊക്കെയോ എവിടേക്കോ അങ്ങനെയുള്ള അനുഭവങ്ങൾ താണ്ടി വന്നവരുണ്ട് എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു ഉറപ്പിന്റെ പുറത്താണ് ആ ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നത്. കോട്ടയം കുടിയേറ്റ സ്ലാങ്ങിന്റെ ഭാഷ കണ്ണൂരുകാരി എഴുതിയാണെന്ന് പറയാൻ കഴിയും. വളരെ മനോഹരമാണ്. ഇന്ദുഗോപന്റെ ആത്മകഥയിൽ വളരെ പെട്ടെന്ന് പുസ്തകം എഴുതി പ്രശസ്തയാകണം എന്ന് തീരുമാനിച്ച ഒരു പെൺകുട്ടി ശിക്ഷയുടെ പ്രായമായിരിക്കും എനിക്ക് തോന്നുന്നു, അല്ലേ? അപ്പോ ഇന്ദുഗോപന്റെ അടുത്ത് എത്തുന്നുണ്ട്. ഇന്ദുഗോപൻ ഇഷ്ടംപോലെ ഉപദേശം കൊടുക്കുന്നുണ്ട്. ആള് കൺവിൻസിങ് അല്ലാതെ പോകുന്നു എന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ജിൻഷയെ ഉദാഹരണമാക്കി പറയാമായിരുന്നെങ്കിൽ ഒരൊറ്റ ആൾരൂപത്തെ നമുക്ക് മാതൃകയാക്കാമായിരുന്നു. ജിൻഷയുടെ കഥകളിലെ രാഷ്ട്രീയം കൃത്യമായി പറയുന്നുണ്ട്. തെയ്യം കെട്ടുന്ന രാമനോട് പിന്നെ ലീല പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരിക്കൽ മാത്രമാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടം. കാരണം നിങ്ങൾ തെയ്യം കെട്ടുമ്പോൾ തലേന്ന് വരെ നിങ്ങളെ ഒട്ടുമേ മാനിക്കാത്ത എല്ലാ ആളുകളും നിങ്ങളുടെ മുമ്പിൽ വന്ന് ഓച്ചാനിച്ചു നിൽക്കും. അതെനിക്കിഷ്ടമാണെന്ന് പറയുന്നു. ഇപ്പൊ രാമൻ പറയുന്നുണ്ട്, ഭൂമിയുള്ള കാലത്തോളം അയിത്തം ഉണ്ടാകും. ഇത്ര കൃത്യമായൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ് തന്റെ കൃതികളിലൂടെ എടുക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയം, എഴുത്തിന് രാഷ്ട്രീയം, ഇത് കൃത്യമായി ജിൻഷയെ വഴി നടത്തുന്ന ഒന്നാണ്. ഞാൻ ചെറുപ്പം തൊട്ട് തെയ്യം കണ്ടു വളർന്നുകൊണ്ടായിരിക്കണം എനിക്ക് എപ്പോഴും തെയ്യം ഒരു ദൈവിക രൂപം, അനുഷ്ഠാന കല എന്നതിലൊക്കെ അപ്പുറത്തായിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തെയ്യം എന്നുള്ള രൂപത്തിനെ തന്നെ തോന്നാറുണ്ട്. അത് അന്നും ഇന്നും ഒരുപോലെ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സത്യം പറഞ്ഞ് നമ്മളൊക്കെ ഈ ജാതി ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ഞങ്ങളുടെയൊക്കെ തെയ്യക്കാവല് വളരെ പ്രത്യക്ഷമായിട്ടുള്ള രീതിയിൽ ഇന്നും ജാതി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ രാഷ്ട്രീയം പ്രത്യക്ഷമായിട്ട് കഥയിൽ അവതരിപ്പിച്ചു എന്നുള്ളതല്ല, പക്ഷെ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ കാണുന്ന, സംസാരിക്കേണ്ടി വരുന്ന രാഷ്ട്രീയം അത് കഥയായിട്ട് തന്നെ രൂപാന്തരപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു ചെറിയ ചോദ്യമുണ്ട്. കഥാപാത്രങ്ങളെ തീയിലിട്ടും വെള്ളത്തിലിട്ടും കൊല്ലും തീരുമാനിച്ചിട്ടുണ്ട്. തീയിലിട്ടും വെള്ളത്തിലിട്ടും മാത്രമേ കഥാപാത്രങ്ങളെ കൊല്ലൂ എന്ന് ജിൻഷു തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഈ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നതാണോ അത് അറിയാതെ എഴുതി വരുന്നു പോകുന്നത്. ഞാൻ ഓരോ കഥ എഴുതുമ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഇതിലാരും മരിക്കരുത് എന്ന്. പക്ഷെ അവസാനം അവര് മരിച്ചു പോകുന്നതാണ്, മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അടുത്തത് രജനീഷിലേക്ക് പോകാം. രജനീഷിന് കോംപ്ലിമെന്റ് ഉണ്ട്. പ്രിയ എന്തിയാ പോയോ? ഞങ്ങൾ കരുനാഗപ്പള്ളിയുടെ വാനമ്പാടിയാണ്. അപ്പൊ ആദ്യം വന്നൊരു പാട്ട് പാടാൻ വിളിച്ചപ്പോ വിജയമറാട്ട അതിപ്പോ ഞാൻ എങ്ങനെ പാടുന്നൊക്കെ ചോദിച്ചു. 2 ദിവസം കഴിഞ്ഞ് പ്രിയക്ക് ഭയങ്കര ഉത്സാഹം. ഞാൻ എന്താ ഉത്സാഹത്തിന് കാരണം? 12 ഫോട്ടോ എനിക്ക് കിട്ടിയിരുന്നുണ്ട്. ഞാൻ എന്താ ഉത്സാഹത്തിന് കാരണം? അത് രജനീഷ് വരുന്നുണ്ട്. അപ്പൊ അത് കരുനാഗപ്പള്ളിയുടെ കോംപ്ലിമെന്റ് ആണ്. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് രജനീഷ് എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന ഒരാളായിരിക്കും. നമുക്ക് ഓർമ്മ, എനിക്ക് തോന്നുന്നു ആദ്യത്തെ അഭിമുഖം വിതുരനും ധൃതരാഷ്ട്രവും തമ്മിലുള്ള യുദ്ധവിചാരമാണെന്ന് തോന്നുന്നു. ആദ്യം വായിക്കുന്ന അഭിമുഖങ്ങളിലൊന്ന് ഈ മഹാഭാരതത്തിൽ വിതുരനും ധൃതരാഷ്ട്രവും തമ്മിൽ യുദ്ധവിചാരം ചെയ്യുന്നുണ്ട് അങ്ങോട്ടും. അതിനുശേഷം നമ്മുടെ എല്ലാം ജീവിതത്തിലൂടെ മനുഷ്യൻ പരസ്പരം വരുന്ന വർത്തമാനം പറയാൻ നമ്മളെല്ലാവരും കാണാറുമുണ്ട്. പലപ്പോഴും ഇപ്പോ ഇന്റർവ്യൂ എന്നത് പലപ്പോഴും അഭിമുഖം എന്നത് പലപ്പോഴും ഏകപക്ഷീയമായി പോകുന്നു. ഇപ്പോ ജോൺ ബ്രിട്ടാസ് ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യപ്പെട്ടത് നമ്മൾ മറന്നു. സ്വരാജിനെ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ആരാണ് ഇന്റർവ്യൂ ചെയ്തത് നമ്മൾ മറന്നു. പക്ഷെ അവിടേക്കാണ് രജനീഷ് വരുന്നത്. രജനീഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം പ്രണയ് റോയിയെ ഓർമ്മ. NDTV-യിൽ ആദ്യം അഭിമുഖം ചെയ്യുന്ന പ്രണയ് റോയി ഉണ്ട്. ഇത്രമേൽ അലിവും ആർദ്രതയും കണ്ണുകളോടുകൂടി തൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യനെ അനുതാപത്തോടെ നോക്കി അയാളിൽ നിന്ന് ആവശ്യത്തിലുള്ളതിലധികവും പുറത്തെടുക്കുന്ന ഒരു ജാലവിദ്യയുണ്ട് അഭിമുഖത്തിൽ. എങ്ങനെയാണ് അതിലേക്ക് ഒരു ദിവസം കൊണ്ട് എത്തിയതൊന്നും അല്ല എന്ന് ഏതൊരാൾക്ക് മനസ്സിലാവും. എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു പുതിയ പാത ഈ അഭിമുഖം ചെയ്യുന്നതിലേക്ക് വെട്ടിത്തുറന്ന് ഇവിടെ എത്തിയത്? ഇത് പുതിയ പാതയൊന്നും വെട്ടിത്തുറന്നായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോ ശരിക്കും ഇപ്പൊ ഇന്ദുബൻ ചേട്ടനെ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇന്ദുബൻ ചേട്ടനെ കുറെ നാളുകൾക്ക് മുമ്പേ പരിചയമുള്ളതാണ്. എനിക്ക് തോന്നുന്നു മനോരമയിൽ ആദ്യത്തെ കൂടിക്കാഴ്ച ഞാൻ എപ്പോഴും
ഇന്ദുവൻ ചേട്ടൻ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഈ മനോരമയിലും മുരളിച്ചേട്ടനും ഇന്ദുവൻ ചേട്ടനും കഥാകൃത്തുക്കളാണ്. യുവ കഥാകൃത്തുക്കളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവരെ അഭിമുഖം ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റോ ആണ്. എന്തോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് മനോരമയിൽ ഞങ്ങൾ ചെല്ലുന്നുണ്ട്. ഞാനും സുഹൃത്ത് സിനുവും കൂടെ ചെല്ലുമ്പോൾ ഇവരെ നോക്കിക്കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് അപ്രാപ്യമായിട്ടുള്ള രണ്ട് മനുഷ്യരാണ്. കാരണം നമ്മൾ ഒരിക്കലും ആ ഏരിയയിലേക്ക് എത്തുമെന്നൊന്നും വിശ്വസിക്കുന്ന ഒരു കാലമല്ല. എനിക്ക് തോന്നുന്നു അന്ന് ജേർണലിസം ചെയ്യുന്ന ടൈമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ആരാധനയുണ്ട്. ആ ആരാധന ഇപ്പോഴും വിട്ടുമാറിയില്ല. ഇപ്പൊ ഇവര് ഭാഷ കൈകാര്യം ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങൾ എഴുതുമ്പോഴും ഇപ്പൊ അവസാനം ഞാൻ ഇന്ദുവൻ ചേട്ടന്റെ വിലായത്ത് ബുദ്ധയുടെ സമയത്ത് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇന്റർവ്യൂയിലേക്ക് വന്നാല് ആ സമയത്ത് ഒരു പ്രിപ്പറേഷൻ ഉണ്ട് ആക്ച്വലി. അതായത് ഇവരെ കുറിച്ച് പഠിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. പഠിച്ച് ആദ്യം ഒന്ന് റെഫർ ചെയ്ത് പോകുന്ന സമയത്ത് ഒന്നും നമുക്ക് കിട്ടണമെന്നില്ല, നമ്മുടെ കൈ കിട്ടണമെന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ആഴത്തിൽ വായിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഇന്ദുഗോപൻ ചേട്ടനെന്ന് ഞാൻ ഒരിക്കലും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷെ ഈ 10 മനുഷ്യരെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യനെങ്കിലും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം കിട്ടും. എന്താ വെച്ചാൽ ഒരു മനുഷ്യനെങ്കിലും നന്നായിട്ട് പഠിക്കാനുള്ള ഒരു സമയം കിട്ടും. ആ സമയത്ത് ആ മനുഷ്യനെ ഇന്റർവ്യൂ ചെയ്യുന്നതായിരിക്കും ഹിറ്റ് ആവുന്നത്. ഇപ്പൊ ഇന്ദുഗോപൻ ചേട്ടന്റെ ഇന്റർവ്യൂ ഇവർ എത്ര പേര് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ളപ്പോ കൈതപ്പുറത്തിന്റെ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുറച്ചുപേരെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കാരണം എന്താ വെച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു പോകാറുണ്ട്. ഈ ഒന്ന് ഹിറ്റാണല്ലോ, ആ ഹിറ്റാവുന്നതിൽ ഞാൻ അത്യാവശ്യം മിടുക്കോടുകൂടി സംസാരിച്ചിട്ടുണ്ടാവും, അവരോട് പോയിട്ട് ചോദിച്ചിട്ടുണ്ടാവും. ഇത് മിക്കവാറും വരുന്നതെന്ന് വെച്ചാൽ ഈ പാട്ടിനെ കുറിച്ചുള്ള പരിപാടിയിൽ നമുക്ക് ചില സംശയങ്ങൾ ഉണ്ടാവും. ഇപ്പം നമ്മൾ റഫീഖ് സാറിനെ കാണുന്ന സമയത്ത് കിഴക്ക് പൂക്കും ഒരിക്കലും എന്തൊരു ചുവപ്പാണ് ആ പാട്ടിനകത്ത് കൽബിലെത്തി എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഇത് കൽബിലെത്തിയതാണോ സാറേ അതേ കൽബിലെത്തിയാണോ എന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു, ഇതാണോ നിന്റെ വലിയ സംശയം എന്ന് ചോദിച്ചു. ഞാൻ എഴുതിയത് പക്ഷേ കൽബിലെത്തിയതാണ്, അതായത് സ്നേഹം കൽബ് വരെ എത്തിയ അവസ്ഥയെക്കുറിച്ചാണ് എഴുതിയത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, കൽബിലെ തീയാണ് കൂടുതൽ ശരി. കാരണം പ്രണയം എന്ന് പറയുന്നത് കൽബിൽ ഇങ്ങനെ തീയായിട്ട് അങ്ങനെ പടരുകയാണ്. കൽബിൽ തീയായിട്ട് പടർന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും പടർന്നോളൂ, അത് കരിഞ്ഞ് ചാമ്പലായിക്കോ. ഈ സാറിന്റെ തന്നെ പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ വീഴും പൂക്കൾ എന്ന് സാർ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ നീരിൽ പൂക്കൾ വീണാൽ ഒരവസ്ഥ എന്ന് പറയുന്നത് സാർ ഉദ്ദേശിച്ച് ചിലപ്പോൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേമിക്കുമ്പോൾ നീരിൽ വീഴുന്ന പൂക്കളില്ലേ, കുറച്ച് കഴിയുമ്പോൾ നീരിൽ പൂക്കൾ വീണാൽ അഴുകി പോകില്ലെന്ന് ചോദിക്കും. ഇതൊരു തമാശയാണോ ലോജിക്കാണോ എന്ന് ചോദിക്കരുത്. ഈ ലോജിക്ക് വെച്ച് തന്നെയാണ് ഓരോരുത്തരടുത്ത് പോയിട്ട്. അപ്പൊ ശ്രീകുമാരൻ നമ്പി സാർ എത്തുമ്പോഴത്തേക്ക് താമരപ്പൂ നാണിച്ചു നിന്റെ തങ്ക വിഗ്രഹം വിജയിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ പിന്നെ അതിന്റെ തുടർന്നുള്ള കഥയിൽ ഇങ്ങനെ യുവതിയോട് താമരപ്പൂ ആയിട്ട് ഇവിടെ നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. താമരപ്പൂവിനെക്കാളും ശോഭയുള്ള യുവതി ഇവിടെ നിൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിനിടയിൽ ഒരു കൊനക്ഷൻ ഉണ്ടായിരുന്നു. കൊനക്ഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ. താമരപ്പൂ നാണിച്ചു നിന്റെ തങ്കവിഗ്രഹം എന്ന് എഴുതിയത്. നീ ആകുന്ന തങ്കവിഗ്രഹം എന്ന് എഴുതിയാൽ അവളെ കണ്ടിട്ടാണ് നാണിക്കുന്നത് താമരപ്പൂ. പക്ഷെ നിന്റെ തങ്കവിഗ്രഹം എന്ന് പറയുമ്പോൾ വീണ്ടും അർത്ഥം മാറി. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നീ ആകുന്ന താമരപ്പൂവും നിന്റെ തങ്കവിഗ്രഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെ നിന്റെ തങ്കവിഗ്രഹം എന്ന് പറഞ്ഞാൽ ഇറോട്ടിക്കായി, അവിടെയാണ് പ്രശ്നം. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ നിന്റെ അല്ലേ തങ്കവിഗ്രഹം? ആണ്, ഇറോട്ടിക്കാണ്, അങ്ങനെ തന്നെയാണ്. ഇത് നമ്മുടെ ഒബ്സർവേഷന്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊന്നും എന്റെ മിടുക്കല്ല, ഇവരെല്ലാവരും ഇങ്ങനെ ഒളിപ്പിച്ച് സാധനങ്ങൾ എഴുതുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ ഇതിന്റെ കൂടെ ഇങ്ങനെ അനുധാവനം ചെയ്യുക എന്ന് പറയുന്ന ഒരു മലയാള വാക്കുണ്ട്, ഞാൻ ഇന്റർവ്യൂവിൽ ഉപയോഗിക്കാത്ത വാക്കാണ് കേട്ടോ. പിന്നെ ഇവരൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഒരു ഗമ കാണിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇന്റർവ്യൂവിൽ ഇത്തരത്തിലുള്ള ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓടിക്കും പിള്ളേരാണല്ലേ കാണുന്നത്, അവർ യൂട്യൂബ് ഇൻസ്റ്റയൊക്കെ പൂട്ടി പോകും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇന്റർവ്യൂവിൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിച്ച മനുഷ്യനാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ കണ്ടെത്തിയാൽ എന്നോട് ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ ഒരു പിന്തുടർച്ചയുണ്ട് ഇവരുടെ കഥകളിലൂടെ, അല്ലെങ്കിൽ സിനിമകളിലൂടെ. അപ്പോൾ ഒറ്റക്കയ്യൻ മുതലുള്ള ചരിത്രം എനിക്കറിയാം. അപ്പോൾ അതൊക്കെ നമ്മൾ സ്വകാര്യമായിട്ടും മനസ്സിലാക്കും. ഒറ്റക്കയ്യലിന് അസോസിയേറ്റ് ചെയ്ത എന്റെ സുഹൃത്തും കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ മുതലുള്ള കഥ നോക്കിയിട്ട് ഒറ്റക്കയ്യനെ കുറിച്ച് മറ്റുള്ള ഇന്റർവ്യൂസ് ഒരിക്കലും ചോദിക്കില്ല. കാരണം അത് ഒരു ഈ പറയുന്ന കമേഴ്സ്യൽ ആസ്പെക്റ്റിൽ കണ്ട സിനിമ അല്ലാത്തതുകൊണ്ട് ഒറ്റക്കയ്യനെ കുറിച്ച് ആൾക്കാർ സംസാരിക്കില്ല. അവിടെ ഇന്ദുഗോപൻ ചേട്ടന്റെ അടുത്ത് ഒറ്റക്കയ്യനെ കുറിച്ച് കൂടെ സംസാരിക്കുമ്പോൾ എനിക്കൊരു മാർക്ക് കിട്ടും. കാരണം അത് സംസാരിക്കാനുള്ള ഒരു റിസർച്ച് ചെയ്തെത്തുകയോ യാദൃച്ഛികമായി നമുക്ക് ആ ഒരു വിവരം കിട്ടുകയോ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നേ ഉള്ളൂ, അല്ലാതെ ഇതിനകത്തൊരു മാജിക്കും ഇല്ല. അടുത്തൊരു ചോദ്യം. ഇപ്പം ഒരു ഭാഷ പറഞ്ഞതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് എനിക്കും പറയാം. ഈ കണ്ണും
ചിരിയും സമഞ്ജസം ഉപയോഗിക്കുന്ന ആളാണ്. പുതിയ കാലത്തെ പിള്ളേരോട് ആ വാക്ക് പറയാൻ പറ്റും. ഇന്റർവ്യൂവിൽ ഈ കണ്ണും ചിരിയും ഇങ്ങനെ ടൂളായി ഉപയോഗിക്കാം എന്നത് നമ്മൾ തിരിച്ചറിയുമല്ലോ, നമ്മൾ കാണുന്നു. അതെപ്പോഴാണ് അതിന്റെ ഒരു സാധ്യതയെക്കുറിച്ച്? ഇത് ഒരു ചോദ്യം നല്ലതാണ്. എന്താ വെച്ചാൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. തുടക്കത്തില് ജേർണലിസ്റ്റിക് ആയിട്ടുള്ളൊരു, അതായത് നമ്മൾ വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് വരുന്നത്. ഈ ലോകത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് ജേർണലിസം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള സ്വപ്നത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ഞാനൊക്കെ പോയി ജേർണലിസം ചെയ്യുന്നത്. അപ്പോ ഈ തുടക്കത്തിലെ ഇന്റർവ്യൂവിലേക്ക് വരേണ്ടി വന്നത് ഈ കോവിഡ് സമയത്ത് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ക്യാമറയുടെ മുമ്പിലേക്ക് വന്നിരിക്കേണ്ടി വന്ന ആളാണ്. അതിന് മുമ്പ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ പുറകിൽ നിന്ന് ജോലി ചെയ്തിരുന്നതാണ്. പക്ഷെ മുമ്പിലേക്ക് ഇരിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഹാർഡ് കോർ ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആണ് വേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ മനസ്സിനകത്ത്. കൃത്യം ചോദ്യങ്ങളായിരിക്കണം, വളരെ ഗൗരവ സ്വഭാവത്തിൽ ചോദ്യം ചോദിക്കണം. അവരെ എന്താ പറയാ, നമ്മുടെ പല മാതൃകകളുണ്ട്. മാതൃകകൾ പേര് ഞാൻ പറയുന്നില്ല, നെഗറ്റീവ് ആസ്പെക്റ്റിൽ കാണുന്നത് പോസിറ്റീവായിട്ടാണ്. ഈ തരത്തിൽ ശൈലിയിലാണ് ഇന്റർവ്യൂ പോവേണ്ടത്. അപ്പൊ ഞാൻ ആദ്യകാലത്ത് ഇന്റർവ്യൂ ചെയ്ത ആൾക്കാരെന്ന് പറയുന്നത് ജസ്മി, നമ്മുടെ വേടൻ ആ കാലഘട്ടത്തിൽ എനിക്കൊന്ന് വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറയുന്ന പാട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് വേടനെ ഇന്റർവ്യൂ ചെയ്യുന്നു. അപ്പൊ ഗൗരവ സ്വഭാവത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതാണ് എനിക്ക് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. കടുത്ത ശബ്ദത്തിൽ പതിയെ, ചിരിക്കാതെ, പേടിച്ചിട്ടാട്ടോ, ക്യാമറ കണ്ട് ഭയന്നിട്ടാ. അപ്പോ ചിരിക്കാതെ ഈ സാധനം വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ബിഹൈൻ വുഡ്സിൽ എത്തുന്ന സമയത്താണ് എനിക്കൊരു അപകടം മനസ്സിലായത്. ഈ ഗൗരവ സ്വഭാവമുള്ള ഇന്റർവ്യൂസിന് മാത്രമേ എന്നെ വിടുകയുള്ളൂ. അപ്പോ ആർട്ടിസ്റ്റുകളോടൊക്കെ സംസാരിക്കുന്ന വീണ ശരിക്കും ഗൗരവ സ്വഭാവത്തിൽ സംസാരിക്കുന്ന ആളല്ല, വളരെ ലൈറ്റർ ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആണ്. അയാളുടെ ഇന്റർവ്യൂസിന് ഭയങ്കര ജനപ്രീതി ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ബിഹൈൻ വുഡ്സിൽ എത്തുന്നത്. അപ്പൊ എന്നെ ഓപ്പോസിറ്റ് ഒരു മനീഷ് നാരായൺ മോഡലിൽ ഇറക്കി വിട്ടിട്ട് ഗൗരവ സ്വഭാവമുള്ള ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, വ്യൂവർഷിപ്പ് ഇല്ലാത്ത ഇത്തരം ഏരിയയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. അങ്ങനെ ഞാൻ പൊക്കോണ്ടിരുന്ന സമയത്താണ് ഈ ഗൗരവം പൊളിക്കണമല്ലോ. ഇങ്ങനെയാണ് ശരിക്കും ഈ ശരത് സാറിന്റെ ഇന്റർവ്യൂവിന് ശേഷം ഞാൻ കൈതപ്രത്തിന്റെ ഇന്റർവ്യൂ ആണ് ആദ്യമായിട്ട് ഇൻഡസ്ട്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതിലേക്ക് എത്തിയപ്പോ ഈ ഗൗരവ സ്വഭാവം പൊളിക്കാൻ ഏറ്റവും പറ്റിയത് എന്റർടൈൻമെന്റിലേക്ക് തിരിയാന്നുള്ളതാണ്. അപ്പൊ ലിറിക്കൽ ഒബ്സർവേഷൻ എന്ന് പറയുന്ന പരിപാടി പൊതുവിൽ നടക്കാറില്ല. നടക്കുന്നതൊക്കെ റൈറ്റിംഗ്സിൽ മാത്രമാണ്, വീഡിയോസിൽ വരുന്നില്ല. അങ്ങനെയാണ് ഈ ശരത് സാർ വന്ന ഒരു കോംപ്ലിമെന്റിൽ ഞാൻ ശരിക്കും കൈതപ്രത്തിന് ഇന്റർവ്യൂ ആയി പോകുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് ആസ്പെക്ട് ഇതിനകത്ത് പിടിക്കണമെന്ന് തോന്നി. ആ പിടിച്ചതിൽ നിന്ന് ബാക്കി ഇങ്ങോട്ട് പിന്നെ ഈ പറയുന്ന പലരും ഗൗരവം ഉണ്ട്, പക്ഷെ ഇയാൾക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ളൊരു ഭാവം ആൾക്കാർക്കൊക്കെ വന്നു തുടങ്ങി, ഇൻഡസ്ട്രിയിലാണ്. അപ്പൊ ഇങ്ങോട്ട് കോൾസ് വന്നു തുടങ്ങി. അപ്പൊ ഞാൻ വീണ്ടും എന്നെ ലൈറ്ററാക്കി, പിന്നെ ലൈറ്ററാക്കി കുട്ടികളോട് സംസാരിക്കാൻ എനിക്ക് കഴിയും എന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നത്. അങ്ങനെ വന്നപ്പോ ഈ മേധാ മഹറിനെ പോലെയുള്ള ടോപ്പ് സിംഗറിലേക്ക് ഹിറ്റായിട്ടുള്ള മേധയൊക്കെ ഉണ്ട്. ഉരുളിക്ക് ഉപ്പേരി പറയും, ഭയങ്കര രസമാണ്. ഞാനിപ്പോ മിമിക്രി കാണിച്ചു കഴിഞ്ഞാൽ അവള് പറയും, മിമിക്രി കാണിച്ച് ഞാൻ ജാനകി നമ്മളെ പാടുമെന്ന് പറഞ്ഞു. ഞാൻ പാടിയപ്പോ പറഞ്ഞു, നിങ്ങൾ മൊത്തം തെറ്റാണ്. അപ്പൊ ഇതേപോലത്തെ ഉള്ള തഗ്ഗുകളൊക്കെ വരുമ്പോ സത്യത്തിൽ നമ്മൾ അവിടെ പോയിരുന്നോ. അപ്പോഴാണ് ശിവാംഗിയൊക്കെ പോലുള്ള ആൾക്കാരുടെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ, ശിവാംഗിയും ബിന്നി ചേച്ചിയും കൂടെ എന്ന് വെച്ചാൽ തഗ്ഗിന്റെ ആശാട്ടിമാരാണ്. അപ്പൊ രണ്ടുപേരും ഭയങ്കരമായിട്ട് തഗ്ഗടിക്കും. ഞാൻ ഒന്നും ചെയ്യണ്ട, അതിന്റെ കൂടെ ഇരുന്ന് നിങ്ങൾ തഗ്ഗ് അതിന്റെ കൂടെ ഇരുന്ന് ആസ്വദിച്ചാൽ മതി. ഇത്തരത്തിൽ ലൈറ്റർ വേർഷനിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ ഈ കാലക്രമത്തിൽ എന്റെ പലതരത്തിലുള്ള കാര്യങ്ങളിൽ എല്ലാവരും അഭിപ്രായം പറയുന്നുണ്ട്. ആദ്യം ഡ്രസ്സിന്റെ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു, പിന്നെ ഈ ഗൗരവ സ്വഭാവത്തിൽ മസിൽ പിടിച്ചു, പിന്നെ എന്റെ ഇങ്ങനെയൊക്കെയുള്ള ചില ആക്ഷൻസ് ഉണ്ട്. അത് ഭയങ്കര ഒക്കോഡ് ആക്ഷൻസ് ആണ്. നമ്മൾ ആങ്കേഴ്സിനെയൊക്കെ വഴക്ക് പറയുമായിരുന്നു. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ ചില ആക്ഷൻസ് ഞാൻ അങ്ങനെ നിലനിർത്തിയിട്ട് ചിലതൊക്കെ മാറ്റി. അതിന്റെ കൂടെ ഈ ചിരി ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിച്ചു തുടങ്ങി. അതായത് അവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഗൗരവത്തിൽ, ഒന്നാമതേ ഇങ്ങനെ ടെലിവിഷന് യോജിക്കാത്ത ഒരു മുഖമൊക്കെ ആയിട്ടാണ് ഞാൻ വരുന്നത്. നിങ്ങൾ ആങ്കേഴ്സിനെ നോക്കിയാൽ മനസ്സിലാവും. ചിലപ്പോ വാർത്താവതാരകരിൽ ഷാനി കാണുമായിരിക്കും, അങ്ങനെയൊക്കെ എന്നെ പോലെയൊക്കെ ഒരു സൗന്ദര്യമുള്ള ആൾക്കാർ. ബാക്കി ആൾക്കാർക്കൊന്നും സൗന്ദര്യമില്ല. അപ്പം അത് മനസ്സിലാക്കിയിട്ട് പ്ലസന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു അഭിപ്രായത്തിൽ ഞാൻ യോജിച്ചു. പ്ലസന്റ് ആയിട്ടുള്ള ലുക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ കടത്തിവിടുന്ന നമ്മുടെ മസാല ചോദ്യങ്ങളുണ്ട്. ആദ്യ കാലഘട്ടത്തിലേക്ക് നമ്മൾ ഈ മസാല ചോദ്യങ്ങളെ കടത്തിവിടും. തിരിച്ചുകൊണ്ട് ചോദിക്കുന്നതുകൊണ്ടും തൊട്ട് മുമ്പിലും പുറകിലും ഗൗരവമുള്ള ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ടും ഈ മസാല ചോദ്യങ്ങൾക്ക് ആക്സെപ്റ്റൻസ് കിട്ടി. പിൽക്കാലഘട്ടത്തിൽ ഞാൻ മസാല കട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ എൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് എനിക്ക് അത്തരം മസാല വേണ്ട. ഗോപി സുന്ദറിൻ്റെയൊക്കെ ഇന്റർവ്യൂ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും,
അതിനകത്ത് ഒരു തരത്തിലുള്ള നെഗറ്റീവ്സ് ഇല്ല, ഒരു ചോദ്യം റെപ്പറ്റീഷൻ ഇല്ല. എന്റെ കുറെ ചോദ്യങ്ങളുണ്ട്, അത് ഞാൻ ചോദിക്കാം, അത് തന്നെ മതി എന്ന് എനിക്ക് മനസ്സിലായി. ആ കോൺഫിഡൻസിലേക്ക് എത്തുന്നത് വരെ വ്യൂവേഴ്സ് എന്റെ കൂടെ നിൽക്കും എന്നൊരു സ്റ്റേജ് എത്തുന്നവരെ ഈ മസാല കടത്തിവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് പ്ലസന്റ് ലുക്ക്. അതിന്റെ ഭാഗമായിട്ട് ചിരിച്ചു തുടങ്ങിയപ്പോൾ പിന്നെ ചിരി കൊള്ളാമെന്ന് ആൾക്കാർ പറഞ്ഞു. പിന്നെ ചിരിയെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അതാണ് ചിരിക്ക് പിന്നിൽ. ഇത്ര വിനയമുള്ള മനുഷ്യനാണോ? രണ്ടു വട്ടം. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ്. ഞങ്ങൾ 4 പേരും വിമിന്റെ പുസ്തകം വായിച്ചിട്ടുള്ളവരാണ്. വിമിന്റെ പുസ്തകത്തിന്റെ പ്രകാശനമാണ്. വിമലിന്റെ രണ്ടാമത്തെ പുസ്തകമാണ്. വിമലിന്റെ രണ്ടാമത്തെ പുസ്തകം വായിച്ച, അതിന് ചെറുതെങ്കിലും മനോഹരമായി ഒരു അവതാരിക എഴുതിയ, ഒരു ബ്ലർബ് എഴുതിയ ആളാണ് ഇന്ദു ഗോപൻ. ആത്മാർത്ഥമായ ഒരു ബ്ലർബാണ്, അത് വായിക്കുമ്പോൾ അറിയാം. എങ്ങനെയാണ് വിമലിന്റെ പുസ്തകത്തെ ഒരു വായനാനുഭവം? വിമലിന്റെ പുസ്തകത്തിന്റെ ഒരു വായനാനുഭവം എങ്ങനെ? ഞാന് പുസ്തകത്തിന്റെ ബ്ലർബിൽ പറഞ്ഞിട്ടുണ്ട്. ബ്ലർബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുസ്തകത്തിന് പുറകെ എഴുതുന്ന പുസ്തകത്തിലേക്കുള്ള ഒരു പ്രവേശിക ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാല് നമ്മളിപ്പം യാത്രാപൂർണ്ണം എഴുതുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ആർക്ക് വേണമെങ്കിലും എഴുതാം. നമ്മള് ഇവിടുന്ന് ബാലിയിൽ പോയാലോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോയാലോ ഒക്കെ നമുക്ക് എഴുതാം. നമുക്ക് നമ്മുടെ വിരൽത്തുമ്പിൽ അതിനനുബന്ധമായ ഇൻഫർമേഷൻസ് ശരിക്ക് കിട്ടും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് കുറെ പുസ്തകങ്ങൾ ക്ലാസ്സുകൾ എഴുതി ഉണ്ടാക്കി അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാധകരെ കണ്ടെത്തി അത് അച്ചടിക്കുന്നതിൽ ഇതില്ല. അതൊരു തെറ്റായ പ്രവണതയൊന്നും അല്ല. പുസ്തകം എഴുതാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അദ്ദേഹം കയ്യിലിരിക്കുന്ന ആ വാചകങ്ങൾ ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അത് ഈ യാത്രാവിവരണത്തിനുള്ള ഒരു ലാഘവത്വം ഉണ്ടാക്കാനായിട്ട് കാരണമായിട്ടുണ്ട്. വിമലിന്റെ പുസ്തകത്തിൽ അതൊരു മാറ്റം ഉണ്ടായിട്ട് നമ്മളിപ്പം രജനീഷിന്റെ കാര്യം പറഞ്ഞ കണക്ക് ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞൊരു സാധനം വളരെ പ്രധാനമായ കാര്യമാണ്. ഇതിപ്പം രജനീഷ് പറഞ്ഞ കണക്ക് നമ്മളിപ്പം ഗൗരവത്തിൽ പറഞ്ഞാലും ചോദിച്ചാലും നമ്മൾ ചിരിച്ചാലും ഈ ആളിന്റെ അതിയായ ആരാധക വേഷം ഇരുന്നാൽ പോലും ഇതിലുള്ള റിസർച്ചോ ഇതിന്റെ ഒരു അതിന്റെ റിസർച്ചും അതിന്റെ ഒരു ധാരണയും ആൾക്കാർക്ക് ഉണ്ട് ലെവലത്. എന്നതുപോലെ നമ്മൾ വളരെ അക്ഷരം അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ ലാംഗ്വേജ് അറിയാവുന്ന ഒരാൾ മാത്രമേ വളരെ സിമ്പിളായിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. എങ്ങനെയാണ് ഇത്തരത്തിൽ എഴുതുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ചെറിയ യാത്രയെ അവലംബിച്ച് നമ്മളുടെ ഇൻഫർമേഷൻസ് എല്ലാം അവിടെ നിന്ന് കടമെടുത്ത് ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് ഇതെങ്ങനെ വിഭിന്നമാകുന്നു എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു വായനയിൽ വ്യക്തമാകും. തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് ഒരു വിവരങ്ങളെ അടിച്ചേൽപ്പിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. കാഴ്ചകൾ അതിവിശിഷ്ടമായ സംഗതിയാണ് എന്ന് പറയാനല്ല. അവിടത്തേക്ക് ഞാൻ പോയപ്പോൾ എൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് എത്ര കണ്ട് ആത്മനിഷ്ഠമാണ് എന്ന് പറയുന്ന എന്നെയാണ് അവിടെ നിർത്തുന്നത്. അങ്ങനെയാണ് സാധാരണ രചന ഉണ്ടാവേണ്ടത്. ഓരോരുത്തരും കാണുന്ന കാഴ്ചകൾ നമ്മളെല്ലാവരും ഈ സ്ഥലം കരുനാഗപ്പള്ളി നഗരം കണ്ടിട്ടുണ്ട്. 100 പേരെ എഴുതുമ്പോഴത്തേക്ക് 100 കരുനാഗപ്പള്ളി ആവുമെന്ന് പറയണം. എന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ആ അടിത്തറ ശരിക്കാണെങ്കിൽ അടിത്തറ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഗോൾഡ് മൈൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഒരു ഇതുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവിടെ ആ സ്ഥലത്തേക്ക് ചെന്നിട്ട് അദ്ദേഹം അവിടുത്തെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരോട് ചോദിച്ച് അവരെ കോട്ട് ചെയ്ത് അവരെ പ്രതിയാണ് അത് എഴുതുന്നത്. നമ്മൾ ഓരോ സ്ഥലത്തിലും ആ ആളിനെ നമ്മൾ ചോദിക്കുമ്പോൾ കാണുന്ന ആളിനെ വീണ്ടും ഒരു യാത്രികൻ ആ പ്രദേശത്ത് കാണുമ്പോഴത്തേക്ക് കാണണമെന്നില്ല. അതാണ് അതിനൊരു വ്യതിരിക്തത ഉണ്ടാക്കുന്നത്. അപ്പം വ്യതിരിക്തത ഉണ്ടാക്കാൻ എളുപ്പമായ ഒരു പ്രതലമല്ല പലപ്പോഴും യാത്രാവർണ്ണം. ഇതിനെ നമ്മൾ അതിന്റെ ആ ഒരു ലോണറിന്റെ മൊണോട്ടണിയെ നമ്മൾ വേദിക്കുന്നത് എപ്പോഴും ആ പ്രദേശത്തുള്ള ഏറ്റവും സാധാരണ മനുഷ്യരുമായി താതാത്മ്യം പ്രാപിക്കുമ്പോഴാണ്. എല്ലാം എന്തുകൊണ്ടാണ് ഇപ്പൊ ഇതിന്റെ തലക്കെട്ട് മുതൽ ഉണ്ടായ ഒരു ഞാനെന്ന് പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാഹിത്യവുമായിട്ടുള്ള അന്തർധാര അടിത്തറ രചന അതിൻ്റെ കാണാം.
വിജയകുമാറിന്റെ ഓർമ്മക്കുറിപ്പുകളും ഞാൻ മുമ്പോട്ട് നമുക്ക് വായിച്ചാണ്. അപ്പൊ നമുക്ക് ആ ഭാഷയിലെ ലാളിത്യം എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് വ്യക്തമാവും. നമ്മളൊരാളിനെ അതിലേക്ക് പ്രവേശിപ്പിക്കാനായി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഭാഷ എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കണം. ഇപ്പൊ യാത്ര ആവട്ടെ, നമുക്ക് ഓർപ്പാവട്ടെ ഒക്കെയും ആണ്. ജിൻഷ ജിൻഷ ഇവിടെ ഏറ്റവും ഏറ്റവും പ്രോമിസിങ് ആയിട്ടുള്ള പുതിയ കാല റൈറ്റർമാരുടെ വരുന്നത് ആ ഭാഷ നമ്മളെ പ്രാദേശികതയെ ഭേദിച്ചുകൊണ്ട് ഇപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുള്ള ഒരു പ്രാദേശികമായ പ്രദേശത്ത് നമ്മൾ അനുഭവിക്കുന്ന ഭാഷയെ നമ്മളിവിടെ കൊല്ലത്തുകാരുടെ ഒരാൾ വായിക്കുന്ന സമയത്ത് ഇവിടെ തെയ്യവും മറ്റു സംഗതികളും ഒരു സാധനമില്ലേ, ഇവിടെ 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 പടയണി റിലേറ്റ് ചെയ്യുന്നൊരു വേദന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ആർട്ടിന്റെ ഒരു വലിയ വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ഇപ്പം നമുക്ക് പടയണിയൊന്നുമില്ലല്ലോ, പത്തനംതിട്ടയൊക്കെ വരെ പോകണ്ടേ. ഇവിടെ അങ്ങനെ ഒരു ദൃശ്യ കല നമുക്ക് ഇവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ദൃശ്യ കല പറയുന്നത് ഈ പഴയ ഈ എടുപ്പുകുതിര പോലുള്ള ബൗദ്ധ സാധനവുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ്. ഈ എത്തുകെട്ടി ആടുന്നതും തുള്ളിയാട്ടങ്ങൾ കൊല്ലം പ്രദേശങ്ങളിൽ വളരെ കുറച്ച് നമ്മളത് റിലേറ്റ് ചെയ്യുന്നു. ഞാൻ റിലേറ്റ് ചെയ്യുന്ന വെച്ചാല് ഞാനിപ്പം ആ 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞൊരു നോവൽ എഴുതിയിട്ട് അത് ആ പിൻകാലത്ത് പിന്നീടത് പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയായപ്പോ അത് ഞങ്ങളുടെ ഈ കൊല്ലത്തെ തൊട്ടടുത്ത പ്രദേശത്തെ വളരെ പ്രാദേശികമായ സ്ഥലത്ത് ഉള്ള ഒരു സംഗതിയാണ്. ഈ കല്യാണത്തിന്റെ തലേന്ന് ഈ പൈസ കളക്ട് ചെയ്തിട്ട് അത് പക്ഷെ അത് ജിയോ ഹോട്ട്സ്റ്റാറിലൊക്കെ വന്നപ്പോഴത്തേക്ക് അത് നാഷണൽ ലെവലിൽ അതിന് വലിയ റീച്ച് കിട്ടി. ഇത് വളരെ പ്രാദേശികമായ സംഗതി. അപ്പൊ എന്തെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന റൈറ്റിങ്സിൽ എടുക്കുന്ന ഈ പാത്തോസ് അല്ലെങ്കിൽ റൈറ്റിങ്ങിൽ എടുക്കുന്ന നമ്മളതിൽ സഞ്ചരിക്കുന്ന കഥാപാത്രങ്ങളും സിമ്പതി ഒക്കെയാണ്. അത് നമ്മൾ പറയുന്നതിനുള്ള ജ്ഞാനം ജിക്ഷയൊക്കെ വ്യാപരിക്കുന്ന ഈ പറയുന്ന ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു മേഖലയിൽ മാത്രമല്ല. ഇപ്പൊ വിജയകുമാർ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ രജനീഷ് ഇത് ചെയ്യുന്ന സംഗതിയാവട്ടെ, വിമൽ റോയ് ഇത് ചെയ്യുന്ന നോൺ ഫിക്ഷണലായിട്ടുള്ള അനുബന്ധ കലയും കലാവിശേഷങ്ങളും ദൃശ്യപരമാവട്ടെ ഒക്കെ ആണെങ്കിൽ പോലും ഇതിന്റെയൊക്കെ അന്തർധാര ഭാഷയാവുന്നത് അതുകൊണ്ട് ഇതിന് എഴുത്തുലിപി തന്നെ വേണമെന്നില്ല. നമ്മളൊരു ഇന്റർവ്യൂറോ ഒക്കെ പുതിയ പുതിയ ഭാഷകൾ ഉണ്ടാക്കണം, പുതിയ തലമുറ ഭാഷകൾ ഉണ്ടാക്കണം. ഭാഷ തന്നെ വേണമെന്നില്ല, കയ്യില് ഒരു കുറച്ച് ഭാഷകൾ വെച്ചിട്ട് അവരുണ്ടാക്കുന്ന വലിയ വലിയ കാഴ്ചകളുണ്ട്. ചെറിയ ചെറിയ പുതിയ തലമുറ എടുത്ത് നോക്കുക, അവരൊട്ടും മോശക്കാരാണല്ല. ഞങ്ങളുടെ തലമുറയിൽ നമ്മുടെ അവരുടെ കയ്യിൽ ഒരു ലിമിറ്റഡ് ഭാഷ മാത്രമേ ഉള്ളൂ. ഇപ്പം ശരിയുടെ അടുത്ത തലമുറയ്ക്കാണ് അത് വെച്ച് അവര് എന്ത് മനോഹരമായിട്ടാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുടെ സഹ. അതാണ് നേരത്തെ രജനീഷ് പറഞ്ഞത്. ഇപ്പൊ അനുധാവനം എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നത് ആ ജനറേഷൻ അത് ഇതില്ല. അവരതിന് ഉപയോഗിക്കുന്ന ഭാഷ ഇതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചിലപ്പോൾ ഒരു നോട്ടമോ ഒരു 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 പദപ്രയോഗമോ ആയിരിക്കും. ഇതിനെ മനസ്സിലാക്കിയെടുക്കാനായിട്ടുള്ള കോമൺ സെൻസ് റൈറ്റിങ്ങിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വളരെ സാധാരണമായി മാറാമായിരുന്ന ഒരു ജോണറിൽ നിന്നുകൊണ്ട് വിമൽ വളരെ നല്ല രീതിയിൽ ഒരു വായനാക്ഷമതയിലേക്ക് പുസ്തകത്തിനെ കൊണ്ടുവന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഷയുടെ ഒരു സവിശേഷമായ എഴുത്തിന്റെ ആളാണ്. സവിശേഷമായ ഒരു വായനയും നീർക്കിളികൾ പാടും ഒരു തെക്ക് കാണാം എന്ന പുസ്തകത്തെ സംബന്ധിച്ച് നടത്തിക്കാണോന്ന് ഞാൻ കരുതുന്നു. ഷയുടെ ഒരു വായനാനുഭവം ഒന്ന് പങ്കുവെക്കാം. നീർക്കിളികൾ പാടും ഒരു ദിക്ക് കാണാം എന്നാണ് ശ്രീ വിമൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് പേരിട്ടിട്ടുണ്ടായിരുന്നത്. പുസ്തകം പ്രകാശിതമായിട്ടില്ല. പറഞ്ഞതുപോലെ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സ്വതവേ ഞാൻ കഥകളും നോവലുകളൊക്കെ വായിച്ച് എനിക്ക് അസൂയ തോന്നാറുണ്ട്. ഇത് നമുക്ക് എഴുതാൻ പറ്റിയിട്ടില്ലല്ലോ, നമ്മളിങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഓർത്തു. പക്ഷെ ഈ യാത്രാക്കുറിപ്പുകളൊക്കെ വായിച്ചിട്ട് എനിക്ക് അസൂയ തോന്നുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. യാത്രാ വിവരണവും യാത്രാ അനുഭവവും രണ്ടും രണ്ടാണെന്നാണ് വിചാരിക്കുന്നത്. പുസ്തകം ശരിക്കും ഒരു യാത്രാ വിവരണം എന്നുള്ളതിലപ്പുറം യാത്രാ അനുഭവമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ഇത് വായിക്കാൻ പോകുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരെന്നറിയാം. ലണ്ടനിൽ തുടങ്ങി
ഏറ്റവും അവസാനം എത്തുമ്പോൾ വാരണാസിയും നമ്മുടെ വെള്ളിയാങ്കല്ലും ആ, കാവേരി നദീ തീരവും ഒക്കെ വളരെയധികം ഹൃദയസ്പർശിയായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുള്ളതിൽ എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നിയത് ഈ എഴുതിയിരിക്കണ കുറിപ്പുകളിൽ മുഴുവൻ അല്ലെങ്കിൽ എഴുതിയിരിക്കണ അനുഭവങ്ങളിൽ മുഴുവൻ കേവലം ഒരു യാത്രയെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ കുറിച്ചോ മാത്രമല്ല, അതിലെല്ലാത്തിലും കുറേയധികം കഥകളുണ്ട്. അത് ഏറ്റവും ആദ്യത്തെ ലണ്ടൻ യാത്രാ വിവരണത്തില് മാർക്സിന്റെ ശവകുടീരം മുതൽ ഇങ്ങോട്ടേക്ക് ഏറ്റവും അവസാന അധ്യായം വരെ കുറേയധികം കഥകൾ, ഒരു പക്ഷേ കഥകൾ എഴുതാൻ ഭയങ്കരമായിട്ട് വിഷയങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഉപയോഗപ്പെടുമെന്ന് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ വായിക്കണ സമയത്ത്. നമുക്കതിൽ നിന്ന് കഥകളും ഉപകഥകളും ഒക്കെ നിർമ്മിച്ചെടുക്കാൻ പാകത്തില് പോയ ഓരോ സ്ഥലങ്ങളെയും വളരെ മനോഹരമായിട്ട് തന്നെ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. മാത്രമല്ല ഇന്ദുവേട്ടൻ പറഞ്ഞതുപോലെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഭാഷയും വാക്കുകളും ഉപമകളും ഒക്കെ വളരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് പലയിടത്തും ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നില്ല, ഞാൻ കുറെയൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന രീതിയിൽ അതിന് എനിക്ക് ഏറ്റവും പേഴ്സണലി ഏറ്റവും അധികം ഹൃദയത്തിലേക്ക് എടുത്ത അല്ലെങ്കിൽ വായിക്കണ സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു യാത്രാനുഭവമായിട്ട് അദ്ദേഹത്തിന് അനുഭവമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് വെള്ളിയാങ്കല്ലാണ്. കാരണം ഞാൻ വിചാരിച്ചു, ശരിക്കും പറഞ്ഞ മനുഷ്യര് ജീവിക്കുന്നു, കുടുംബത്തിനകത്ത് ജീവിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന മനുഷ്യര് യാത്ര പോകുമ്പോ നമ്മളതിനെ പുറമേന്ന് നോക്കിക്കാണുമ്പോ അവരത് ആസ്വദിക്കാൻ പോകുന്നു, അവര് മറ്റു സ്ഥലങ്ങളെ കാണാൻ പോകുന്നു എന്ന് മാത്രമാണ് ഒരു പക്ഷെ പുറമേ നിന്നുള്ള ആൾക്കാർ അതിനെ നോക്കിക്കാണുക. ഞാനടക്കം അങ്ങനെയായിരുന്നു നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ വെള്ളിയാങ്കല്ലിലെ യാത്രാനുഭവം എഴുതുന്ന സമയത്ത് ഇവർ ആ നിമിഷം ഒരു പക്ഷെ വിചാരിച്ചിട്ടുണ്ടാവും ഇനി ജീവനോടെ ആ കടലിന് പുറത്തേക്ക് എത്തില്ല, നമ്മളെ ഉറ്റവരെയും പ്രിയപ്പെട്ടവരെയും ഒന്നും കാണില്ല എന്നുള്ളത്. അതില് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന ഒരു സഹയാത്രികൻ ഏറ്റവും അവസാനമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുട്ടീനെയും വീഡിയോ കോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അതില് വെള്ളിയാങ്കല്ലിലേക്ക് നീന്തി കയറുന്ന സമയത്ത് ദേഹമാസകലം മുറിഞ്ഞ് ചോര പൊടിഞ്ഞിട്ടുള്ള കാര്യത്തിനെ പറ്റിയിട്ടൊക്കെ എഴുതി. മുട്ട് പൊട്ടി ചോര വന്നിട്ടുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ എഴുതി. അപ്പൊ ഇങ്ങനെ വായിക്കണ സമയത്താണ് ശരിക്കും എനിക്ക് തോന്നുന്നു ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള വലിയൊരു തിരിച്ചറിവും കൂടെ ആ ഒരു നിമിഷത്തില് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവണം. അദ്ദേഹത്തിന് മാത്രമല്ല, അത്തരത്തിലെ യാത്രകൾ അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉണ്ടായിട്ടുണ്ടാവണം. പക്ഷെ അത് എഴുതി വായിക്കുന്ന ഒരാളിലേക്കും കൂടി ആ തിരിച്ചറിവ് എത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തില് ആ യാത്രാനുഭവം പൂർണ്ണമാവുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വെള്ളിയാങ്കല്ല് കാണാൻ വേണ്ടി 5 ആളിനെ കൊലക്ക് കൊടുക്കാൻ തീരുമാനിച്ച ആളാണ് വിമല എന്നാണ് ഞങ്ങൾ വായിച്ചിട്ട് പറഞ്ഞത്. അല്ല, ഇത് വായിച്ചു തീർന്നപ്പോ എനിക്ക് പോവണ്ട എന്ന് തോന്നിപ്പോയി. കാരണം ഇത്രയൊന്നും സാഹസികത എടുക്കാനുള്ള ധൈര്യം എനിക്കില്ലല്ലോ എന്ന് തോന്നിപ്പോയി. ഒരു പക്ഷെ ആ ധൈര്യം അദ്ദേഹത്തിന് കിട്ടിയത് ഈ പറഞ്ഞ പോലെ കുറെ അധികം യാത്രകളിൽ നിന്ന് തന്നെ ആയിരിക്കും. മാത്രമല്ല, അതിലെനിക്ക് ഏറ്റവും കൗതുകരമായിട്ട് തോന്നിയിട്ടുള്ളത്, ഇപ്പോ ലണ്ടനിലൊന്നും പോയിട്ടില്ല, വാരണാസിയിലും പോയിട്ടില്ല, പക്ഷെ മറ്റ് പരാമർശിച്ച സ്ഥലങ്ങളിലെ തഞ്ചാവൂരിൽ നിന്നൊക്കെയുള്ള യാത്രകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തഞ്ചാവൂരിലൊക്കെ ഞാൻ 2-3 തവണ പോയിട്ടുണ്ട്. മൈസൂര് ഹാസൻ അടുത്തുള്ള ഒരു പള്ളീനെ പറ്റിയിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഹാസനിൽ 3 ദിവസം ഉണ്ടായിരുന്നതാണ്. ഞാൻ പക്ഷെ ഹാസനിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ എല്ലാവരും പോകുന്ന പോലെ ബേലൂര്, ഹലേബീഡു, ശ്രവണബലഗോളം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നേരെ മറിച്ച് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് വായിച്ച സമയത്ത് ഒരു പക്ഷെ ഞാൻ സന്ദർശിച്ചിട്ടുള്ള സ്ഥലങ്ങളെക്കാളും അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ചരിത്ര പ്രാധാന്യമുള്ളതും നമ്മൾ അതിന്റെ വിവരണങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് അമ്പരപ്പ് തോന്നുന്നതുമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോ എങ്ങനെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടെടുക്കുന്നു എന്നുള്ള ഒരു കൗതുകം ഉണ്ടായി. നേരത്തെ ഇന്ദുവേട്ടൻ പറഞ്ഞത് മാതിരി ഖനിയെ പറ്റിയിട്ട് എഴുതുന്ന സമയത്ത് അവിടെയുള്ള മനുഷ്യരെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. കേവലം കണ്ട കാഴ്ചകൾ മാത്രമല്ല, നേരെ മറിച്ച് അവിടെയുള്ള കുറെ ജീവിതങ്ങളെ പറ്റിയിട്ട്
എഴുതുന്നുണ്ട്, പറയുന്നുണ്ട്. അത്തരത്തില് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് വായിക്കുന്ന സമയത്ത് നമുക്കത് ആഹ് ശ്രീ വിമൽ റോയ് പോയിട്ടുള്ള സ്ഥലങ്ങളായിട്ട് മാത്രമല്ല, നേരെ മറിച്ച് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള കുറേയധികം ജീവിതങ്ങളായിട്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ഇപ്പോ പണ്ട് ഈ ഷൗക്കത്ത് ഉണ്ടല്ലോ, മാതൃഭൂമിയിലൊക്കെ ഉണ്ടാവുന്ന യാത്രാ വിവരണങ്ങൾ എഴുതുന്ന, അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുന്ന സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് യാത്ര ചെയ്ത് വരുന്ന ആളുടെ മുഖത്ത് ദാഹമാണോ, വിശപ്പാണോ, പേടിയാണോ, പരിഭ്രമമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അയാൾക്കൊരു കുപ്പി വെള്ളം യാതൊന്നും ചോദിക്കാണ്ട് തന്നെ നീട്ടാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അപ്പൊ മാത്രമാണ് നമ്മൾ ആ യാത്ര ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മാത്രമാണ് നമ്മൾ യാത്ര ചെയ്തതിന്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പുസ്തകം വായിക്കുന്ന സമയത്ത് ഉടനീളം എനിക്ക് തോന്നി. കാരണം കേവലം യാത്ര ചെയ്യുക മാത്രമല്ല, നേരെ മറിച്ച് അതൊക്കെ അനുഭവിക്കുകയും അത് വായിക്കുന്ന ആൾക്കാരിലേക്ക് അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. അതായത് യാതൊരു വിരസതയും ഇല്ലാണ്ട് വായിക്കാൻ പറ്റും. പൊതുവെ ചിലപ്പോഴൊക്കെ യാത്രാക്കുറിപ്പുകൾ എഴുതും, വായിക്കുമ്പോൾ ഒരു വിരസത വരാറുണ്ട്. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ലാണ്ട് നമുക്ക് വായിക്കണ സമയത്ത് വൈകാരികതയുണ്ട്, ഈ പറയുന്നത് പോലെ കൗതുകമുണ്ട്, അത്ഭുതങ്ങളുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു കഥയോ നോവലോ ഒക്കെ എഴുതുന്ന തരത്തിലേക്ക് എങ്ങനെയാണ് ഇത് എഴുതിയെന്നുള്ള ഒരു അത്ഭുതമാണ് എനിക്ക് തോന്നിയത് വായിച്ചു കഴിഞ്ഞപ്പോ. വിമലിന്റെ രണ്ടാമത്തെ പുസ്തകമാണ് രജനീഷ് ആദ്യം വായിച്ചത്. വായിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ ആദ്യത്തെ പുസ്തകം വേണമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും രജനീഷ് പറയാനുണ്ട്. ഞാൻ ആദ്യത്തെ പുസ്തകവും രണ്ടാമത്തെ പുസ്തകവും വായിച്ചു. ആദ്യം വായിച്ച രണ്ടാമത്തെ പുസ്തകമാണ്. PDF അയച്ചിരുന്നു. PDF അയച്ചു തരുമ്പോൾ ഈ വിമലിന്റെ പുസ്തകം വായിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാനൊരു ടാബ് വാങ്ങിച്ചായിരുന്നു. കാരണം ഈ കമ്പനികളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ കമ്പനിയുടെ ടാബ് ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ സ്വതന്ത്രമായി നിൽക്കുന്നത് കൊണ്ട് എൻ്റെ കയ്യിൽ ടാബ് ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു ടാബൊക്കെ സംഘടിപ്പിച്ച് വായിച്ചു. പക്ഷെ അതിന് ഗുണമുണ്ടായി. എന്താ വെച്ചാൽ ഈ യാത്രാ വിവരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പണ്ടെങ്ങാനും വായിച്ചിട്ടുള്ളതാണ്. SK പൊറ്റക്കാടിന്റെയൊക്കെ അന്ന് ഈ അറിവില്ലാത്ത പ്രായത്തിൽ എന്താണ് വായിക്കേണ്ടതെന്ന് അറിഞ്ഞൂടല്ലോ. അപ്പൊ ബുദ്ധിജീവി ആവണമല്ലോ. അതിന്റെ ഭാഗമായിട്ട് വായിച്ചു കൂട്ടിയതിൽ യാത്രാ വിവരണങ്ങളും പെട്ടിരുന്നു. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ ഒരു ഘട്ടത്തിലും യാത്രാ വിവരണമൊന്നും ഞാൻ വായിക്കാൻ മെനക്കെട്ടിട്ടില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ ജസ്റ്റ് വായിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ ഈ 10-20 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ വായിച്ചിട്ടില്ലല്ലോ. അതിന്റെ ഒരു കുറവുണ്ട്. പക്ഷേ ഇത് വായിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത്, ഇപ്പോ നീർക്കിളികൾ പാടും ഒരു കാണാം എന്ന് പറയുന്ന സമയത്ത് ഞാനും അഗസ്ത്യാർ കൂടത്തിൽ പോയതാണ്. ഞാൻ ആദ്യം ചിന്തിച്ചത് എന്താന്ന് ചോദിച്ചാൽ, ഞാൻ പോയിട്ട് ഞാനിങ്ങനെ ഒരു ടൈപ്പ് ഇല്ലല്ലോ. അപ്പോൾ തന്നെ വിമൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങി. അഗസ്ത്യാറോട് യാത്രയിൽ ഞാൻ ഓരോ ഘട്ടത്തിലും ഞാൻ അനുഭവിച്ചത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതിലെ എൻ്റെ ഒഴിച്ച്, എൻ്റെ പാറയുടെ മുകളിലെത്തി നമുക്ക് കിട്ടുന്ന അനുഭൂതി ഒഴിച്ച് ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെ, അതായത് ഞാൻ എവിടെയൊക്കെയാണോ പോയിന്റ് ഫിക്സ് ചെയ്യാനുള്ളത് ഇന്ന് എനിക്ക് തോന്നിയ സ്ഥലത്തെല്ലാം ഈ മുട്ടിടിക്കുന്ന ഒരു പാറയുണ്ട്. അവിടെ എത്തുമ്പോൾ വിമൽ എന്തായിരിക്കും എഴുതുക എന്നൊക്കെ ഉള്ളത് ഞാൻ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ നമുക്കുണ്ടായ മൃഗങ്ങൾ വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യുക. അപ്പം ഞങ്ങൾ അവിടെ തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഇനി എന്ത് ഫേസ് ചെയ്യാൻ, കാരണം ഒട്ടും അനങ്ങാൻ വയ്യാത്തൊരു അവസ്ഥയിലെത്തും അവിടെ എത്തുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യാൻ അവർ ചെയ്തോളും എന്നുള്ള സ്ഥിരം തമാശ തന്നെ ഞങ്ങൾ പറഞ്ഞു. കാരണം വേറൊന്നും ചെയ്യാനില്ല, അത്രയ്ക്ക് ക്ഷീണിക്കുകയും. അപ്പം ആ യാത്രയിൽ ഒക്കെ പറയുന്നതിന് മുമ്പ് ഈ വെള്ളിയാങ്കല്ലിലേക്ക് പോകുന്ന സമയത്ത് വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതിയ ഒരു പാറയിലേക്ക് അവര് കുറച്ചൊരു അനധികൃതമായ ഒരു സംഭവം കൂടെ ഉണ്ട്. ഈ പാറയിലേക്ക് ഇറങ്ങാൻ ഉള്ള അനുമതിയില്ലാതെ ഇറങ്ങാൻ പാടില്ല എന്നൊരു ടെൻഷൻ ഉണ്ട്. ഈ ടെൻഷൻ സത്യത്തിൽ ഒരു സിനിമാറ്റിക് വിഷ്വലായിട്ട് മാറുന്നത് കണ്ടു. കാരണം ഇവര് ജസ്റ്റ് ആ പാറയിൽ നിന്ന് അവിടേക്ക് ഇറങ്ങിയാൽ മതി. പക്ഷെ ഈ ഇറങ്ങാൻ എടുക്കുന്ന ഇവരുടെ മനസ്സിന്റെ സംഘർഷം, നീന്തൽ അറിഞ്ഞിടാത്തതിന്റെ അവസ്ഥ, അവിടെ ഇറങ്ങിയാൽ ദേഹം മുറിയോ എന്ന് പറയുന്ന ഓർമ്മപ്പെടുത്തല്, ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 മനുഷ്യർ അവരുടെ കൂടെ നിൽക്കുന്നില്ല, ഇറങ്ങാൻ പോകുന്നവരെ ശരിക്കും അവർ മാനിക്കുന്നില്ല. അവിടെയാണ് സിനിമ വർക്ക് ചെയ്യുന്നത്. കാരണം ഈ മനുഷ്യർ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് മറികടക്കും. കാരണം ഞാനാണല്ലോ അവിടെ ഇറങ്ങാൻ പോകുന്നത്. ആ ഫീൽ വിമൽ ഉണ്ടാക്കി. ഞാൻ അവിടെ ഇറങ്ങാൻ പോകുന്നു, അപ്പൊ എന്താണ് എനിക്ക് സംഭവിക്കുക? കാരണം പൊതുവിൽ എനിക്ക് നീന്തൽ അറിയില്ല. അപ്പൊ എനിക്ക് അവിടെ ഇറങ്ങാൻ പേടിയുണ്ട്. ആ ഒരവസ്ഥ ഞാനാകുന്ന വിമലാണ് അവിടെ ഇറങ്ങിയത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ ഒരു വിഷ്വൽസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ വെച്ച് കൈകാര്യം ചെയ്യുന്നത് പോലെ നമ്മുടെ മനസ്സിനകത്തേക്ക് പകർത്തി തന്നു. ആ ഓരോ വിഷ്വലും
പാറയിൽ നിന്നുള്ള ആംഗിളിലും ഞാൻ കാണുന്നുണ്ടായിരുന്നു, ഇവരുടെ പെർസ്പെക്റ്റീവിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ സിനിമ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഇതിന്റെ ക്ലൈമാക്സ് എന്നോണം ഒരു സെന്റൻസ് തന്നെ ഭയങ്കരമായിട്ട്, അതായത് ഈ വീണു പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നുള്ള വിമൽ എഴുതിയിരിക്കുന്നത്, മാംസം തീനികളായ വൻ മത്സ്യങ്ങൾ എന്നെയും തിന്നുകളയും, കടലിൽ ചോര പടർന്ന് മെല്ലെ ഇത് നേർത്തതാവും. അവിടെ ഞാൻ കണ്ടു ആ മാംസം തിന്നു പോയതിനു ശേഷം ഈ ചോര ഇങ്ങനെ വന്ന് നിന്നിട്ട് പതിയെ അത് വെള്ളത്തിൽ ഇങ്ങനെ ലയിച്ച് ഇല്ലാതാവുന്ന ആ ഒരു അവസ്ഥയുണ്ട്. ആ വിഷ്വലൈസേഷൻ പാർട്ടുണ്ടല്ലോ, ഇതാണ് ഈ വിമലിന്റെ മൊത്തത്തിലുള്ള കഥകളിലും എനിക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ ഒരു കഥയുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പൊ കോളർ കനിയിലേക്ക് പോയ സമയത്ത് അവിടെ ഈ KGF ഒരു പ്രായമുള്ളൊരു മനുഷ്യനെ കാണുന്നു, 103 വയസ്സായ മനുഷ്യൻ. ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയി, കാരണം നമ്മൾ സിനിമ കണ്ടപ്പോഴും ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലിരിപ്പുണ്ട്. അവിടെ ആ മനുഷ്യനോട് എന്തായിരിക്കും ചോദിക്കുക? എന്റെ മനസ്സിൽ ക്യൂരിയസ് ആയ ഒരുപാട് ചോദ്യങ്ങൾ അയാളോട് ചോദിക്കുമോ? അപ്പം എല്ലാം നിരന്തരമായിട്ട് നമുക്കത് പറഞ്ഞു തന്നു വിമൽ. അവിടെ എനിക്ക് ഒരു തരത്തിലും വായനയ്ക്ക് ലാഗ് അനുഭവപ്പെട്ടില്ല. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതിനകത്ത് ഇന്നായി എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം ഞാനൊരു വായനക്കാരനല്ല, സ്ഥിരം വായിക്കുന്ന ഒരാളുമല്ല. എന്നെ ഇൻ ചെയ്യിപ്പിക്കാൻ പലപ്പോഴും ഈ ഞാൻ തന്നെ കഷ്ടപ്പെടാറുണ്ട്. ആദ്യം കുറെ വായിച്ച് ബോറടിച്ചൊക്കെ വന്ന് അതിന്റെ ഉള്ളിലേക്കൊക്കെ പെടേണ്ടതുണ്ട്, എങ്കിലേ ചിലപ്പോൾ സ്മൂത്ത് ആയിട്ട് പോവുള്ളൂ. പക്ഷെ ഞാനിത് ആദ്യ കഥകൾ മുതൽ അവസാനം വരെയും സ്മൂത്ത് ആയിട്ട് പോയ ഒന്നാമത്തെ പുസ്തകത്തിൽ, എന്ന് വെച്ചാൽ ഈ രണ്ടാമത്തെ പുസ്തകത്തിൽ, മൂന്നാർ വായിക്കുന്ന സമയത്ത് മൂന്നാറിനെ കുറിച്ച് തന്നെ പല സ്ഥലങ്ങളായതുകൊണ്ടും പക്ഷെ ഞാൻ ഓരോന്നായിട്ട് മനസ്സിൽ കുറിച്ചിടുകയായിരുന്നു. കാരണം എനിക്ക് ബൈക്കിലൊരു യാത്ര പോകണം, ഇന്ന സ്ഥലങ്ങളാണ് ഡെസ്റ്റിനേഷൻസ് എന്ന് വിമൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്ത ഒരാളാണ്. അപ്പൊ ആ ഡെസ്റ്റിനേഷൻസിലൊക്കെ ബൈക്കിൽ തന്നെ പോകണം. കൂടെ ഇഷ്ടപ്പെട്ട ആളും കൂടെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കില്ലേ? ഇത് അങ്ങനെ തന്നെ എക്സ്പ്ലോർ ചെയ്യണം. ഒരു എന്താ പറയാ, ഒരു ഷെഡ്യൂൾ ചെയ്യാതെ അവിടെ പോയിട്ട് പ്ലാൻ ചെയ്യാതെ ചെയ്യുന്ന ചില യാത്രകളൊക്കെ ഉണ്ട്. നമ്മൾ അറിയാതെ പുറപ്പെട്ടു പോകുന്നു, ഒരു ദിവസം നമുക്ക് ഫ്രീ ഉണ്ട്, അത് ചിലപ്പോൾ 1.5 ദിവസം ആയി പോയേക്കാം, അതിന്റെ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതറിയാതെ യാത്ര ചെയ്ത് പോകണം എന്നൊക്കെയുള്ള ഒരു ഫീൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്കിത് ഈ പുസ്തകത്തെക്കുറിച്ച് ഒത്തിരി സംസാരിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് മാത്രം. ആദ്യമായിട്ട് യാത്രാ വിവരണം ഇങ്ങനെയും എഴുതാമെന്ന് കാണിച്ചു തന്നു. അതിൽ എല്ലാ സ്ഥലത്തുള്ള മനുഷ്യരും എന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഈ അടുത്ത് വായിച്ചതിന്റെ ഒരു ഗുണവും കൂടെ ഉണ്ട്. പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവര്, സാധാരണ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഇവരെ 3 പേരെയും വിളിച്ച് വർത്തമാനം പറയുന്നതിൽ അത്ര ഗംഭീരമായ ഒരു അനുഭവമാണ് കരുനാഗപ്പള്ളിക്ക് കിട്ടിയത്. എനിക്ക് ഉറപ്പാണ്, ഇന്ദുഗോപനാണ് ഉദ്ഘാടനം ചെയ്യുന്നതെങ്കിൽ 5 മിനിറ്റിൽ താഴെ വർത്തമാനം അവസാനിപ്പിച്ചത്. എല്ലാ മനുഷ്യരും കരുനാഗപ്പള്ളിയോട് ഹൃദയം തുറന്ന് സംസാരിക്കും. വിമൽ കർമ്മംകൊണ്ടന്റെ അനുജനാണ്. വിമലിന്റെ പുസ്തകത്തിൽ ആദ്യാവസാനം ഒപ്പം ഉണ്ടായിരുന്ന ഒരാളുമാണ് ഞാൻ. പക്ഷെ വിമലിന്റെ പുസ്തകത്തെ വിലയിരുത്തുന്നതിൽ ആ ബന്ധം ഒരു തടസ്സമല്ല. വിമൽ ഇടമലക്കുടിയിൽ പോകുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്ര തീരുമാനിക്കുമ്പോൾ ഞാൻ ഡൽഹിയിലാണ്. വിമൽ പറയുന്നു, അണ്ണാ വന്നാൽ ഇടമലക്കുടിയിൽ നമുക്ക് പോകാം എന്ന് പറയുന്നു. ഡൽഹിയിൽ നിന്ന് ആ പരിപാടി പകുതിക്ക് വെച്ച് ഞാൻ ഇടമലക്കുടിയിലേക്ക് വിമലിനോടൊപ്പം പോകുന്നു. തിരിച്ച് ആ യാത്ര കഴിഞ്ഞ് വീണ്ടും ഡൽഹിയിലേക്ക് പോവുകയാണ്. പക്ഷെ ആ 2 ദിവസം മനുഷ്യൻ എന്ന നിലയിൽ അസാധ്യമായി ജീവിതത്തെ കണ്ട 2 ദിവസമുണ്ട്. ഈ പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാത്ത, ഒരു സ്കൂളിന്റെ വാർഷികത്തിനുള്ള കർട്ടനും കരണ്ടും ലൈറ്റും എല്ലാം 10-70 കിലോമീറ്റർ ദൂരെ നിന്ന് ആളുകൾ ചുമന്നുകൊണ്ടു പോകുന്ന, ദൈന്യം മുറ്റിയ കണ്ണുകളുമായി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് താഴെ ഇരുന്ന് പരിപാടി കാണുന്ന, കാട്ടുപോത്തുകൾക്കൊപ്പം ഒരു വശത്തെ കാട്ടുപോത്തുകളും ഇപ്പുറത്ത് നമ്മളും കുളിക്കുന്നു, ഒരു കരിങ്കോഴിയെ ഞങ്ങൾക്ക് ആഹാരം പാകം ചെയ്ത് തരാൻ വേണ്ടി ഒരു കരിങ്കോഴിയെ പിടിക്കാൻ വേണ്ടി ഒരു നാട് മുഴുവൻ ഓടുന്നു. 1 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരു കരിങ്കോഴിയെ പിടിച്ച് കറിയാക്കുന്ന, രാത്രിയിൽ ഒരു സംഗീതം പഠിച്ചിട്ടില്ലാത്ത അധ്യാപകൻ ഒരു അരണ്ട മെഴുകുതിരി വെളിച്ചത്തിൽ മനോഹരമായി പാടുന്ന, പിറ്റേന്ന് ആ സ്കൂളിൻ്റെ വാർഷികം നടക്കുകയാണ്. നമ്മളൊരു സാംസ്കാരിക കൊട്ടേഷൻ ടീം അംഗമായതുകൊണ്ട് 2ാമത്തെ ദിവസം അവരോടൊപ്പം കർട്ടൻ കെട്ടാനും കസേര പെറുക്കിയിടാനുമോ അവരോടെ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാനും ഒക്കെ ഞാൻ കൂടുന്ന ഒരു അതിമനോഹരമായ 2 ദിവസങ്ങളുണ്ട്. ഇത് വിമൽ എങ്ങനെ എഴുതും എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ഉത്കണ്ഠയുണ്ടായിരുന്നു. കാരണം അത് അത്ര സാധ്യമല്ല. നമ്മൾ കണ്ട കാഴ്ചയെ അതേപോലെ അനുഭവിപ്പിക്കത്തക്കവണ്ണം പകർത്തുക എന്നത് വിമലിന് സാധ്യമാണോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. ഞാൻ വളരെ ആകാംക്ഷയോടെ വായിക്കാൻ കാത്തിരുന്ന ഒരു അധ്യായമാണത്. ആ അധ്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ നമ്മൾ തിരുവിതാംകൂർ ഭാഷ പറഞ്ഞാൽ ഇങ്ങനെ കുളിരു കോരുന്നൊരവസ്ഥയുണ്ട്. കാരണം നമ്മൾ അനുഭവിച്ച ഒരു ജീവിതത്തെ, ബെന്യാമിൻ പറയുന്നുണ്ട്, നിങ്ങൾ അനുഭവിക്കാത്ത ജീവിതം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കെട്ടുകഥയായിരിക്കുമെന്ന്. നമ്മൾ അനുഭവിച്ച ഒരു കാഴ്ചയെ
അത് ഏതൊരു മനുഷ്യനും ആദ്യാവസാനം വായിക്കുന്ന ഏതൊരു മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിക്കുന്ന അസാധ്യമായൊരു ജീവിതാനുഭവമായി നീർക്കിളികൾ പാടും ഒരു ദിക്ക് കാണാം നിങ്ങളിലേക്കുണ്ടാകും. ആ ഒരൊറ്റ ഉറപ്പോടുകൂടി ഇവരുടെ എല്ലാം അനുവാദത്തോടുകൂടി ഈ സംവാദം അവസാനിക്കുകയാണ്. അതിനുശേഷം പുസ്തക പ്രകാശനത്തിന് മുമ്പ് ഒരു നൃത്തമുണ്ട്. ഉദയകുമാർ അഞ്ചലിനെ പോലെയുള്ള അദ്ദേഹം ഒന്നാമതിരിക്കുകയാണ്. ഇനിയും മലയാളത്തിലെ ഏറ്റവും നല്ല നാടക സംഗീത സംവിധായകനുള്ള അവാർഡ് വേണോ എന്ന് ചോദിച്ചാൽ മടുക്കത്തക്കവണ്ണം സംസ്ഥാന അവാർഡുകൾ വാങ്ങിച്ചൊരു മനുഷ്യൻ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഒരു ചെറിയ ടോക്കൺ ഓഫ് ലവ് ഏറ്റുവാങ്ങുവാൻ വേണ്ടിയിരിക്കുന്നു എന്നത് കരുനാഗപ്പള്ളിയുടെ അസാധ്യമായൊരു നന്മയാണ്. ആ നന്മയെ ചേർത്ത് വെക്കാനായി എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി ഒരു മനുഷ്യന് സാധ്യമായ തരത്തിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ സംവാദം അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. നന്ദി.